മൂർത്തിത്വേ പരികൽപ്പിതഃ ശശഭൃതോ വർത്മാ പുനർജന്മനാമാത്മേത്യാത്മവിദാം ക്രതുശ്ച യജതാം ഭർത്താമരജ്യോതിഷാം. ലോകാനാം പ്രളയോദയസ്ഥിതി വിഭുശ്ചാനേകധായഃ ശ്രുതൗ വാചന്നഃ സദദാത്വനേകകിരണസ്ത്രൈലോക്യദീപോ രവിഃ. ഇന്ന് തുടക്കത്തില് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ചെയ്തതുപോലെ ഒരു നല്ലൊരു എക്സാമ്പിൾ ഇട്ടിട്ട് കുറച്ച് പരിഹാരവും കൂടി നോക്കാം. അങ്ങനെ പോകുമ്പോൾ രണ്ട് കാര്യവും നടക്കും. ആദ്യം ഒരു എക്സാമ്പിൾ എഴുതാം. എല്ലാവരും ഒന്ന് എഴുതിക്കൊള്ളണം. എല്ലാവരും വന്നിട്ട് ചേർന്നിട്ടുണ്ടോ എന്ന് അറിയില്ല. ഒരു എക്സാമ്പിൾ എഴുതിക്കൊള്ളണം. ആദ്യം എഴുതുന്നത് ഇതൊരു വലിയ കേസാണ്. പൃച്ഛ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കക്ഷി എന്നെ ടെലഫോണിൽ വിളിച്ച സമയം. അതാദ്യം അറിയണം, എഴുതിക്കൊള്ളണം. വിക്രമൻ നായർ, പൂരം നക്ഷത്രം. വിക്രമൻ നായർ, പൂരം നക്ഷത്രം. പൃച്ഛ സമയഗ്രഹനില. പൃച്ഛ സമയഗ്രഹനില. പൃച്ഛ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളെ വിളിക്കുന്നത് അല്ലെങ്കിൽ വീട്ടിൽ വന്ന് കണ്ട് പറയുന്നത്, ഞാൻ ഇന്ന ദിവസം വരും, എനിക്കൊരു പ്രശ്നം വയ്ക്കണം, വിശദമായിട്ടൊരു പ്രശ്നം വയ്ക്കണമെന്ന് പറയുന്നത്. അല്ലെങ്കിൽ ടെലഫോണിലൂടെ വിളിച്ചായിരിക്കും ഇപ്പോൾ കൂടുതലും പറയുന്നത്. ആ സമയത്തിന് നോട്ട് ചെയ്ത് അപ്പോഴുള്ള ഗ്രഹനിലയെ എടുക്കുന്നതാണ്. മനസ്സിലായോ പറഞ്ഞത്? ടെലഫോണിലൂടെ സമയമല്ല, അവര് വിളിക്കുന്ന സമയത്തിന് പ്രാധാന്യമുണ്ട് എന്നാണ് പറഞ്ഞത്. നമ്മൾ അങ്ങനെയാണ് പഠിക്കുന്നത്. പതിനാല് 1/2020 7:20 PM ടെലഫോണിലൂടെ വിളിച്ചു. 14/1/2020 7:20 PM. എല്ലാവരും ഒന്ന് വരച്ചോളണം. ചൊവ്വാഴ്ച പൂരം നക്ഷത്രം. പൂരം നക്ഷത്രം പഞ്ചമി കൃഷ്ണപക്ഷം. പഞ്ചമി കൃഷ്ണപക്ഷം. ഇനി ഗ്രഹനില വരയ്ക്കണം. ഗ്രഹനില വരയ്ക്കണം. ഗ്രഹനില വരയ്ക്കണം. മിഥുനത്തിലെ രാഹു. മിഥുനത്തിലെ രാഹു. കർക്കടകത്തിലെ ലഗ്നവും മാന്നിയും. കർക്കടകത്തിലെ ലഗ്നവും മാന്നിയും. ചിങ്ങത്തിലെ ചന്ദ്രൻ. തുലാത്തില് തുലാത്തിലൊന്നുമില്ല. വൃശ്ചികത്തിലെ ചൊവ്വ. വൃശ്ചികത്തിലെ ചൊവ്വ. ധനുവിലെ രവി, ഗുരു, ശനി, കേതു. ധനുവിലെ രവി, ഗുരു, ശനി, കേതു. രാ ഗു മാ ശി. മകരത്തില് ബുധൻ. കുംഭത്തിലെ ശുക്രൻ. കുംഭത്തിലെ ശുക്രൻ. ചന്ദ്രൻ എവിടെ സാറേ പറഞ്ഞു? ചന്ദ്രൻ ചിങ്ങത്തില്. ഗ്രഹനില ഇട്ടിട്ടുണ്ട്, നോക്കി എഴുതിക്കൊള്ളുക. സാറേ ഡേറ്റ് ടൈം ഒന്ന് പറയണേ. 14/1/2020 7:20 PM. 14/1/2020 7:20 PM.
ഗ്രഹനില ഉണ്ട്, നോക്കി എഴുതിക്കൊള്ളുക. ബോർഡിലുണ്ട്, സ്ക്രീനിൽ കാണാം. എഴുതിയോ? എല്ലാവരും എഴുതിയോ? ഞാൻ എഴുതി സാർ. എഴുതിയോ? അടുത്തിനി പ്രശ്ന സമയ ഗ്രഹനില. അടുത്തതിൻ്റെ താഴെ എഴുതിക്കൊള്ളും. പ്രശ്ന സമയ ഗ്രഹനില രണ്ടും കൂടെ ഒരുമിച്ച് നോക്കണം. പ്രശ്ന സമയ ഗ്രഹനില 1/3/2020. കുറെ ദിവസം കഴിഞ്ഞാണ് വരുന്നത്. 1/3/2020. 1.5 മാസം കഴിഞ്ഞാണ് വരുന്നത്. 2:45 PM. 2:45 PM. കാർത്തിക ഞായറാഴ്ച. സപ്തമി ശുക്ലപക്ഷം. സപ്തമി ശുക്ലപക്ഷം. ഇനി ഗ്രഹനിലയിട്ടൊള്ളണം. കാർത്തിക സപ്തമി ശുക്ലപക്ഷം ഞായറാഴ്ച. മേടത്തിലെ ശുക്രൻ, ഇടവത്തിലെ ചന്ദ്രൻ, മിഥുനത്തിലെ ലഗ്നവും രാഹുവും, കർക്കടകത്തിലെ മാന്നി. ഇനി നേരെ ധനുവില് വ്യാഴം, ചൊവ്വ, കേതു. വ്യാഴം, ചൊവ്വ, കേതു. മകരത്തിലെ ശനി ആരൂഢം. മകരത്തിലെ ശനിയും ആരൂഢവും. കുംഭത്തിലെ രവിയും ബുധനും. കുംഭത്തിലെ രവിയും ബുധനും. ഒന്നുകൂടെ പറയാം. മേടത്തിലെ ശുക്രൻ, ഇടവത്തിലെ ചന്ദ്രൻ, മിഥുനത്തിലെ ലഗ്നവും രാഹുവും, കർക്കടകത്തിലെ മാന്നി, നേരെ ധനുവില് ഗുരു, കുജൻ, കേതു. മകരത്തില് മന്ദനും ആരൂഢവും. കുംഭത്തിലെ രവിയും ബുധനും. നവാംശകം വേണോ? നവാംശകം വേണമോ? വേണമെങ്കിൽ ഇട്ടോണം. നവാംശകം പുറത്തിട്ടാൽ മതി. പെട്ടെന്ന് എഴുതണം. മേടത്തിലെ ലഗ്നവും ശുക്രനും, കർക്കടകത്തിലെ കേതു, ചിങ്ങത്തിലെ ചൊവ്വ, വൃശ്ചികത്തിലെ വ്യാഴം, ധനുവില് ബുധൻ, മകരത്തിലെ ചന്ദ്രനും രാഹുവും, കുംഭത്തിലെ മന്ദനും മാന്നിയും, മീനത്തിലെ രവി. ശരി, ഇനി പ്രശ്നം ചിന്തിക്കുക. ആദ്യം നമുക്ക് പൃശ്ച എടുക്കുക. പൃശ്ച എടുക്കുക. പൃശ്ചയില് ലഗ്നം വച്ചിട്ടാണ് ചിന്തിക്കാറുള്ളത്.
എന്തായിരിക്കാം കാര്യം? പ്രാഥമികമായിട്ട് നോക്കുമ്പോൾ പ്രസ്താവിന്റെ നക്ഷത്രം എന്താണ്? പ്രസ്താവിന്റെ നക്ഷത്രം പൂരം. പൃശ്ച നടന്നതും പൂരം നക്ഷത്രം. രണ്ടും നല്ല. ഒന്ന്, പൂരം നല്ല നക്ഷത്രമല്ല, ഊൺനാളിന് പറ്റിയ നക്ഷത്രമല്ല, ശുഭ നക്ഷത്രമല്ല. അതും പ്രസ്താവിന്റെ നക്ഷത്രമാകുമ്പോൾ അശുഭമാണ്. നക്ഷത്രം കൃതപാപ സഞ്ചയകരം എന്നാണ്. ചെയ്തുപോയ പാപകർമ്മങ്ങൾ അനുഭവിക്കാനുള്ള സമയം എന്നർത്ഥം. ഈ ജന്മമോ മുൻ ജന്മമോ ചെയ്തിട്ടുള്ള പാപകർമ്മങ്ങൾ അനുഭവിക്കാനുള്ള സമയം. കൃതപാപ സഞ്ചയകരം. നക്ഷത്രം ഒന്ന്, ഊൺനാളിന് ഉള്ള നക്ഷത്രമല്ല. രണ്ട്, പ്രസ്താവിന്റെ ജന്മ നക്ഷത്രം. രണ്ടുകൊണ്ടും നക്ഷത്രം ശുഭമല്ല. എഴുതിക്കൊള്ളണം, പറയുമ്പോൾ എഴുതിക്കൊള്ളണം, എന്നാലേ പറ്റുള്ളൂ. ഇനി കാര്യങ്ങളൊക്കെ മനസ്സിലായി കഴിഞ്ഞല്ലോ. ഇനിയെല്ലാം ഒരുപാട് എക്സാമ്പിളായി. ഊൺനാളിന് ഉള്ള നക്ഷത്രമല്ല പ്രസ്താവിന്റെ ജന്മ നക്ഷത്രം, അതുകൊണ്ട് ശുഭ നക്ഷത്രമല്ല. നക്ഷത്രം കൃതപാപ സഞ്ചയകരം എന്ന ദോഷത്തെ സൂചിപ്പിക്കുന്നു. കൃതപാപ സഞ്ചയകരം. ചെയ്തുപോയ കർമ്മങ്ങൾ, ചെയ്തുപോയ പാപകർമ്മങ്ങൾ അനുഭവിക്കേണ്ട സമയം. ചെയ്തുപോയ പാപകർമ്മങ്ങൾ അനുഭവിക്കേണ്ട സമയം. ചന്ദ്രൻ നക്ഷത്രത്തിനെ സൂചിപ്പിക്കുന്നത് ആരാണ്? ചന്ദ്രൻ. ചന്ദ്രൻ എവിടെ നിൽക്കുന്നത്? രണ്ടിലല്ലേ നിൽക്കുന്നത്? ചന്ദ്രൻ ചിങ്ങൻ രാശിയിൽ ചന്ദ്രൻ നിന്നാലുള്ള ഫലം എന്താണ്? തീഷ്ണ, സ്ഥൂലകനൂർ, വിശാലപതന, പിംഗലേക്ഷണ, സ്ത്രീദ്വേഷി. സ്ത്രീദ്വേഷി, മാതൃവിധേയോ എന്നല്ലേ പറയുന്നത്. കുപ്യതി അകാര്യ ചിരം. ചെറിയ കാര്യം മതി, മനസ്സിനകത്ത് വാശി സൂക്ഷിക്കുക. ഇതൊക്കെയാണ് ചിങ്ങൻ രാശിയുടെ പ്രത്യേകത. അങ്ങനെ ആ രാശിശീലം നോക്കി ഒരിക്കൽ വായിച്ചാൽ മാത്രം മതി. അങ്ങനെ ഓർമ്മ നിൽക്കുക. അതായത് ചെറിയ കാര്യങ്ങളെ മനസ്സിനകത്ത് സൂക്ഷിച്ച് വാശി പ്രകടിപ്പിക്കുന്നത്. പിന്നെ സ്ത്രീകളെ വകവയ്ക്കാത്ത അവസ്ഥ, ഇതൊക്കെയാണ് പറയുന്നത്. ഇത് രണ്ടുമാണ് ഏറ്റവും പ്രധാനം. ഈ രണ്ട് സ്വഭാവവും അയാൾക്കുണ്ട്. ഭയങ്കര വയലൻ്റായി ഭാര്യയെ ഉപദ്രവിക്കുന്ന സ്വഭാവമുണ്ട്. അയാൾ താമസിച്ചിരുന്ന കുറെ ദൂരെയാണ്, നമ്മളെ നാട്ടിനടുത്താണ് വീട്. പക്ഷേ അയാൾ ജോലി ചെയ്തിരുന്നത് 2000 കിലോമീറ്ററിൻ്റെ അപ്പുറത്താണ്. അവിടെ വെച്ചാണ് ഈ കുഴപ്പങ്ങളൊക്കെ ഉണ്ടായത്. അങ്ങനെയാണ് വിളിച്ചത്. കാര്യം എന്താണ് നമുക്ക് രണ്ടാമത് നോക്കാം. ഒന്ന്, ചന്ദ്രൻ നിൽക്കുന്നത് ചിങ്ങൻ രാശിയിൽ. സ്ത്രീദ്വേഷി അല്ലെങ്കിൽ ഭാര്യയെ വകവയ്ക്കാത്ത അവസ്ഥ, ഭാര്യയെ ഉപദ്രവിക്കുന്ന അവസ്ഥ, ചെറിയ കാര്യം പോലും മനസ്സിനകത്ത് സൂക്ഷിക്കുന്ന അവസ്ഥ. പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നൊക്കെ, ചെറിയ കാര്യങ്ങളെ മനസ്സിനകത്തിട്ട് വാശി സൂക്ഷിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന അവസ്ഥ എന്ന് എഴുതിക്കൊണ്ടാൽ മതി. അതാണ് ആ ചന്ദ്രൻ പറയുന്നത്. ഇനി തിരി എന്താണ്? തിരി ചെറിയ രീതിയിൽ നോക്കിയാൽ മതി. ചെറിയ രീതിയിൽ തിരി എന്താണ്? കൃഷ്ണപക്ഷ പഞ്ചമി. ഒന്നിനൊന്നിന് മെച്ചപ്പെട്ട് വരുമോ മോശമായിട്ട് വരുമോ? തിരിയെ സംബന്ധിച്ച് തിരിയെ മാത്രം നോക്കുമ്പോൾ മോശമായി വരും. മോശമായി. കാരണം കൃഷ്ണപക്ഷം എന്ന് വെച്ചാൽ പിതൃപക്ഷമാണ്. കൃഷ്ണപക്ഷം എന്ന് വെച്ചാൽ ഒന്നിനൊന്നിന് ചന്ദ്രൻ വീക്കായി കൊണ്ടുവരികയാണ്.
ഒന്നിനൊന്നിന് ചന്ദ്രൻ വീക്കായി ഇപ്പം പഞ്ചമിയായി, അടുത്ത ഷഷ്ടി, സപ്തമി, അഷ്ടമി, നവമി, ദശമി, അങ്ങനെ പോയി ചന്ദ്രന് ബലം കുറഞ്ഞു വരുന്നപ്പോൾ ഒന്നിനൊന്നിന് ക്ഷയം. കൃഷ്ണപക്ഷമാകയാൽ ഒന്നിനൊന്നിന് ജീവിത നിലവാരം മോശപ്പെടുന്ന അവസ്ഥയാണ്. ഒന്നിനൊന്നിന് ജീവിത സാർ നിലവാരം. ആരൂഢത്തിലാണോ സാർ ഇപ്പൊ പറയണത്, വിളിച്ച സമയത്താണോ? പൃശ്ചയാണ് പറയുന്നത്. പൃശ്ചയാണ് ആദ്യം ഗ്രഹനിലയില് ചന്ദ്രൻ ഉയർന്നു പോവല്ലേ സാർ? അത് നോക്കാം. ഉയർന്നു പോണെങ്കിലും 12-ലല്ലേ നിൽക്കുന്നത്. അതും ചന്ദ്രൻ 2-ാം ഭാവപതിയല്ലേ, രണ്ടുമായിട്ട് ചന്ദ്രന് ബന്ധമുണ്ട്. 12-ൽ പോയി. അവിടെ ഉച്ചം തന്നെ, ഉച്ചത്തിൽ തന്നെ പോകുന്നത്, ഉച്ചത്തിൽ തന്നെ നിൽക്കുന്നതൊക്കെ ശരി തന്നെ. 12-ലാണ് സ്ഥിതി. രണ്ടിടത്തിനും ഒരു പ്രത്യേകതയുള്ളൂ. രണ്ടും കൂടി നോക്കുക. വേണമെങ്കിൽ രണ്ടും കൂടി നോക്കിയാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. അതാണ് നിലയ്ക്കുള്ള ഒരു സ്റ്റേജിലായില്ല. രണ്ടിടത്തും ചന്ദ്രൻ സ്ഥിരരാശിയിലാണ് നിൽക്കുന്നത്. നല്ല സ്ട്രോങ് ആണ്. ചന്ദ്രന്റെ സ്ഥിതി രണ്ടിടത്തും സ്ട്രോങ് ആണ്, സ്ഥിരരാശിയിലാണ് നിൽക്കുന്നത്. അതില് പ്രശ്ന സമയത്തുള്ളതിൽ കുറച്ചുകൂടി വ്യക്തമാണ്. ഇത് ലൈറ്റാ നോക്കിയിട്ട് പോയി. ഇനി തിരിയുടെ കാരകന്മാര് സൂര്യനും ചന്ദ്രനും അല്ലേ? അല്ലെ, സൂര്യൻ എവിടെ നിൽക്കുന്നത്? 6-ലാണ് നിൽക്കുന്നത്. നോക്കണം. ഒരു ശത്രുഭാവത്തിലാണ് സൂര്യൻ നിൽക്കുന്നത്. ശത്രു സ്ഥാനത്താണ് സൂര്യൻ നിൽക്കുന്നത്. ശത്രുഭാവത്തിലാണ് സൂര്യൻ നിൽക്കുന്നത്. ഇനി ഈ നമ്മുടെ നവാംശകം കൂടി ഒന്ന് ഇട്ടോളണം അവിടെ. നമ്മൾ പൃശ്ചയില് നവാംശകം ഇട്ടില്ല. തെറ്റിപ്പോരുതേ, ഇടുന്നത് തെറ്റിപ്പോരുതേ, സ്ഥലം തെറ്റിപ്പോരുതേ. പൃശ്ചയില് നവാംശകം ഇട്ടില്ല, ഒന്നിട്ടോളണം. ചിങ്ങത്തില് ഗുരുവും കേതുവും. ചിങ്ങത്തില് ഗുരുവും കേതുവും. തുലാത്തില് ചന്ദ്രനും മാന്നിയും. തുലാത്തില് ചന്ദ്രനും മാന്നിയും. വൃശ്ചികത്തില് ലഗ്നവും ചൊവ്വയും. വൃശ്ചികത്തില് ലഗ്നവും ചൊവ്വയും. ധനുവില് രവി, ശനി, ശുക്രൻ. രവി, ശനി, ശുക്രൻ. മകരത്തില് ബുധൻ, കുംഭത്തില് രാഹു. മകരത്തില് ബുധൻ, കുംഭത്തില് രാഹു. സൂര്യൻ 6-ൽ നിൽക്കുമ്പോൾ ഒരു ശത്രു സ്ഥാനത്താണ് സൂര്യൻ നിൽക്കുന്നത്. ശത്രുതയൊക്കെ ഉണ്ട് എന്നർത്ഥം. ഇനി നോക്കേണ്ടത് തിഥി പറഞ്ഞില്ല. തിഥി പഞ്ചമി, കൃഷ്ണപക്ഷ പഞ്ചമി. ഇനി 7-ാം ഭാവത്തിനൊന്ന് നോക്കണം. 7-ാം ഭാവത്തിൽ ആര് നിൽക്കുന്നേ? ഏഴാം ഭാവത്തിൽ ആര് നിൽക്കുന്നേ? ബുധനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബുധൻ പഠിക്കുമ്പോഴും ബുധ സൗമ്യം നീചാരാരിവേ സപ്തമസ്തേ ഭാര്യ ദുഷ്ടാചാരിണി എന്നൊക്കെ പറയുന്നുണ്ട്. ഭാര്യയ്ക്ക് നല്ലതല്ല. 7-ല് ബുധൻ നിൽക്കുന്നത് ഭാര്യ ഭർത്താവ് ബന്ധത്തിന് അത്ര നല്ലതല്ല. ക്ലീബഗ്രഹമാണ്. അതായത് ബുധൻ, ശനിയുടെ രാശിയിൽ ബുധനൊക്കെ നിൽക്കുമ്പോൾ ഒരു ക്ലീബത്വം ഉണ്ട്. 7-ാം ഭാവത്തിന് ഒരു ക്ലീബത്വം ഉണ്ട്, ഒരു ക്വാളിറ്റി ഇല്ലായ്മയുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരു നല്ലൊരു ബന്ധമല്ല എന്നർത്ഥം. പ്രശ്നങ്ങളുണ്ടാവും. 7-ാം ഭാവത്തിൽ ബുധനോ ശനിയോ നിൽക്കുന്നത് നല്ലതല്ല. ഇതിവിടെ ബുധന്റെ, ശനിയുടെ രാശിയിൽ ബുധനും ശനിയും കൂടി 7-ൽ നിന്നാൽ ഒരു ഫലമുണ്ട്. അറിയാമോ ആർക്കെങ്കിലും? ബുധനും ശനിയും കൂടെ 7-ൽ നിന്നാൽ ക്ലീബേ അസ്തസ്തേ. അതായത് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം നന്നായിരിക്കില്ല. ഭർത്താവ്
ഇദ്ദേഹത്തിന്റെ ഭാര്യയുമായിട്ടുള്ള ബന്ധം നല്ലതല്ല എന്നർത്ഥം. ഒരു ഉത്തരവാദിത്വ ബോധം ഉണ്ടാവില്ല, അല്ലെങ്കിൽ ക്ലൂബത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാളിറ്റി ഇല്ലായ്മ, ശ്രദ്ധിക്കുന്നില്ല എന്നുള്ള ഒരു പരാതി. ഭാര്യ എന്നെ ശ്രദ്ധിക്കുന്നില്ല, അല്ലെങ്കിൽ ഭാര്യ കടമകളെ നിറവേറ്റുന്നില്ല എന്നുള്ള പരാതി. ഇവിടെ ബുധനും ശനിയും കൂടെ ഏഴിലില്ല, പക്ഷെ ശനിയുടെ രാശിയിൽ ബുധൻ നിൽക്കുകയാണ്. ശരി തന്നെ. ശനിയുടെ രാശിയിൽ ബുധൻ നിൽക്കുന്നല്ലോ. അങ്ങനെ വരുമ്പോൾ ശനിയും ബുധനും തമ്മിൽ ബന്ധപ്പെട്ടു എന്നർത്ഥം. ശനിയും ബുധനും കൂടി ഏഴിൽ നിൽക്കുക, ഒരാൾ ഏഴിൽ നിന്നിട്ട് ഒരാൾ ഏഴിൽ ദൃഷ്ടി പതിക്കുക, ശനിയുടെ രാശിയിൽ ബുധൻ നിൽക്കുക, ബുധന്റെ രാശിയിൽ ശനി വരിക, ഇതൊക്കെ ദോഷമാണ്. ഇതെല്ലാം എഫക്റ്റ് സെയിം തന്നെ. ഇനി ഏഴാം ഭാവതി എവിടെ നിൽക്കണം നോക്കണം. ഏഴാം ഭാവതി എവിടെ നിൽക്കുന്നേ? 12. 6. ഏഴാം ഭാവതി 6 മൗഢ്യമുണ്ട്, പൂർണ്ണ മൗഢ്യമാണ്. സൂര്യനും ശനിയും കൂടി ഒരു രാശിയിൽ നിൽക്കുകയും ഒരു രാശിയിൽ അംശിക്കുകയും ചെയ്തിട്ടുണ്ട്. ശരിയെന്നെ നോക്ക്. സൂര്യനും ശനിയും കൂടി ഒരു രാശിയിലല്ലേ നിൽക്കുന്നത്. ഒരു രാശിയിൽ തന്നെ അംശിക്കുകയും ചെയ്തു. അവിടെ തന്നെ അംശിച്ചിരുന്ന അർത്ഥം എന്താണ്? അടുത്തടുത്ത് നിൽക്കുമെന്ന് അർത്ഥം. ഒരേ നവാംശകത്തിൽ വരുമ്പോൾ രണ്ട് ഗ്രഹങ്ങൾ ഒരേ രാശിയിൽ നിൽക്കുകയും ഒരേ നവാംശത്തിൽ വരികയും ചെയ്യുമ്പോൾ എന്താണ്? അടുത്തടുത്ത ഡിഗ്രിയിൽ നിൽക്കുന്ന അർത്ഥം. പൂർണ്ണ മൗഢ്യമാണ്. അപ്പോൾ ഏഴാം ഭാവത്തിൽ ബുധൻ നിൽക്കുന്നത് നല്ലതല്ല. ഏഴാം ഭാവപതി 6 പോയി പൂർണ്ണ മൗഢ്യമാണ്. അപ്പോൾ ഭാര്യയ്ക്ക് നല്ലതേ അല്ല. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധവും നല്ലതല്ല. അടിയും പിടിയും ബഹളവുമാണ്. അത് ഗ്രഹനിലയിൽ ക്ലിയർ അറിയാം. ഇനി വിവാഹത്തിന്റെ ഭാര്യ കാരകനാര്? ശുക്രൻ. ശുക്രൻ ഇവിടെ നിൽക്കണേ. എത്രയല്ല നിൽക്കണേ? 8. ഈ 8 ശനിയുടെ ദൃഷ്ടിയുണ്ട്, ചൊവ്വയുടെ ദൃഷ്ടിയുണ്ട്. നോക്കണം ഇനി എന്ത് വേണം. ശുക്രൻ ശനിയുടെ ദൃഷ്ടിയുണ്ട്. ശുക്രൻ അഷ്ടമത്തിൽ പോയത് മാത്രമല്ല, ശനിയുടെ ദൃഷ്ടിയുമുണ്ട്, ചൊവ്വയുടെ ദൃഷ്ടിയുമുണ്ട്. സാറേ, ശനി ഭാവാധിപനല്ലേ? അത് വേറെ ഒരു വിഷയം, അത് വരണം. അത് ബാധയിലേക്ക് നമ്മൾ വന്നില്ല. അപ്പോൾ 7 ബുധൻ നിൽക്കുന്നത് ഭാര്യ ഒരു ക്വാളിറ്റി ഇല്ലായ്മയെ സൂചിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഇദ്ദേഹം പറയുമ്പോൾ ഇദ്ദേഹത്തിന്റെ ഇംഗിതത്തിന് വഴങ്ങാതെയൊക്കെ വരിക എന്നുള്ള അർത്ഥമാണ്. പല അർത്ഥത്തിലും എടുക്കാം. ഇദ്ദേഹത്തിന് പല കാര്യങ്ങളും കാണും, അപ്പോൾ അതിന് വഴങ്ങുന്നില്ല എന്നർത്ഥം. ഒന്ന്, ഏഴാം ഭാവപതി 6 പോയി മൗഢ്യം, ഭാര്യ കാരകനായ ശുക്രൻ അഷ്ടമത്തിൽ പോയി ശനി ചൊവ്വ ബന്ധം. ഇത്രയും എഴുതണം. ഇത്രയും എഴുതിക്കൊള്ളണം. ഏഴാം ഭാവം എന്നിട്ടിട്ട് എഴുതിക്കൊണ്ടാൽ മതി. 7 ബുധൻ ശനിയുടെ രാശിയിൽ നിൽക്കുന്നു. ഇതൊരു ക്വാളിറ്റി ഇല്ലായ്മയെ സൂചിപ്പിക്കുന്നു. ഇതൊരു ക്വാളിറ്റി ഇല്ലായ്മയെ സൂചിപ്പിക്കുന്നു. ഇതൊരു ക്വാളിറ്റി ഇല്ലായ്മയെ സൂചിപ്പിക്കുന്നു. ഏഴാം ഭാവപതി 6 പൂർണ്ണ മൗഢ്യത്തോടുകൂടി നിൽക്കുന്നു. അതും ദോഷമാണ്. ഏഴാം ഭാവപതി 6 പൂർണ്ണ മൗഢ്യത്തോടുകൂടി നിൽക്കുന്നു. പൂർണ്ണ മൗഢ്യം എന്ന് പറഞ്ഞാൽ ഒരു 10 ഡിഗ്രിയൊക്കെ കഴിഞ്ഞു പോയാൽ പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ല. ഇതിപ്പം 3 ഡിഗ്രിക്കകത്തേ വരുള്ളൂ. ഏഴാം ഭാവതി 6 പൂർണ്ണ മൗഢ്യത്തോടുകൂടി നിൽക്കുന്നു. ഭാര്യകാരകനായ ശുക്രൻ അഷ്ടമത്തിൽ ശനി ചൊവ്വ ദൃഷ്ടിയോടുകൂടി സ്ഥിതി ചെയ്യുന്നു. ഭാര്യകാരകനായ ശുക്രൻ പൂർണ്ണ മൗഢ്യത്തോടുകൂടി പൂർണ്ണ മൗഢ്യത്തോടു കൂടിയല്ല, അഷ്ടമത്തിൽ ഭാര്യകാരകനായ ശുക്രൻ അഷ്ടമത്തിൽ ശനി ചൊവ്വ ബന്ധത്തോടു കൂടി നിൽക്കുന്നു.
ശുക്രൻ ബാധകാധിപതി കൂടിയാണ്. ബാധകാധിപതി മനസ്സിലായല്ലോ. ബാധകാധിപൻ ചരരാശിക്ക് 11 ബാധ. ബാധ ചരരാശിക്ക് 11 ബാധ. ഇനി ഒരു കാര്യം കൂടെ അവിടെ അറിയണം. ഈ ബാധാസ്ഥാനം 11 ബാധയായി കഴിഞ്ഞാൽ സുഹൃതക്ഷയം എന്ന് പറയും. കേട്ടിട്ടുണ്ടോ? 11 സുഹൃത സ്ഥാനമാണ്. സുഹൃതം എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? സുഹൃതം 11 സുഹൃതസ്ഥാനം. സുഹൃതം എന്ന് വെച്ചാൽ നമ്മൾ മുൻ ജന്മങ്ങളിലോ ഈ ജന്മത്തിലോ ചെയ്തു പോയ ശുഭ പാപ പ്രവർത്തനങ്ങളുടെ ഫലം എന്നർത്ഥം. ശുഭഫലമെങ്കിൽ ശുഭത്വം കിട്ടും, പാപഫലമെങ്കിൽ പാപത്വമാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ പാപഫലം കിട്ടും. അത് അപ്പോൾ 11 ബാധയായി എന്ന് വെച്ചാൽ സുഹൃതക്ഷയം എന്നർത്ഥം. സുഹൃതക്ഷയം, സുഹൃതം, സൽക്കർമ്മങ്ങളുടെ ക്ഷതം എന്നർത്ഥം. അപ്പോഴത് അനുഭവിക്കേണ്ട കാലഘട്ടം എന്നാണ് അതിന്റെ അർത്ഥം. 11 ബാധയാകുമ്പോൾ 11 ഏത് രാശി? ഇടവം. അവിടെ ആരുടെ ദൃഷ്ടി നോക്കണം? ചൊവ്വയുടെ ദൃഷ്ടി കൂടി കിടക്കുന്നു. അപ്പോൾ കുറച്ചുകൂടി എഫക്റ്റ് ചെയ്യും. ഒരു പാപന്റെ ദൃഷ്ടി യോഗം കൂടി അവിടെ വരുമ്പോൾ കുറച്ചുകൂടി ദോഷം ചെയ്യും. 11 സുഹൃത സ്ഥാനമാണ്. അത് ബാധയായി അവിടെ ചൊവ്വയുടെ ദൃഷ്ടിയുണ്ട്. ബാധകാധിപന് അനിഷ്ട സ്ഥിതിയാണ്. ബാധകാധിപന് അഷ്ടമത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടും സുഹൃതക്ഷയമുണ്ട്. സുഹൃതക്ഷയമാണ് അയാൾക്ക് ഈ ബുദ്ധിമുട്ട് വരാൻ കാര്യം. സുഹൃതക്ഷയമാണ് ബുദ്ധിമുട്ട് വരാനുള്ള കാര്യം എന്നാണ് അറിയേണ്ടത്. എഴുതിക്കൊള്ളണം. പതിനൊന്ന് ബാധയാകുമ്പോൾ സുഹൃതക്ഷയത്തിനെ സൂചിപ്പിക്കുന്നു. 11 ബാധയാകുമ്പോൾ സുഹൃതക്ഷയത്തെ സൂചിപ്പിക്കുന്നു. സുഹൃതക്ഷയത്തെ സൂചിപ്പിക്കുന്നു. അവിടെ ചൊവ്വയുടെ ദൃഷ്ടിയും കൂടി ഉണ്ട്. അപ്പോൾ ദോഷഫലം കൂടും. അവിടെ ചൊവ്വയുടെ ദൃഷ്ടിയും കൂടെ ഉണ്ട്, ദോഷഫലം കൂടും. ബാധകാധിപന് അനിഷ്ടസ്ഥിതിയും ശനി ചൊവ്വ ദൃഷ്ടിയും. ബാധകാധിപന് അഷ്ടമസ്ഥിതിയും ശനി ചൊവ്വ ദൃഷ്ടിയും. ഇനി വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ലഗ്നത്തിലൊരു മാന്യമുണ്ട് അല്ലേ? ലഗ്നത്തിന് ഒരു മാന്യം എന്താണ് ഉദ്ദേശിക്കുന്നത്? അത് ബാധാശല്യല്ലേ സാറേ? ഒരു പ്രേതബന്ധം എന്തോ കാണുന്നുണ്ട്. ലഗ്നത്തിലൊരു മാന്യം, അത് ലഗ്നത്തിൽ നിൽക്കുകയും അവിടെ ബുധന്റെ ദൃഷ്ടിയുണ്ട്. ലഗ്നത്തിലൊരു മാന്യമുണ്ട്. അത് സ്ത്രീ രാശിയിലാണ് നിൽക്കുന്നത്. ഒരു സ്ത്രീ പ്രേതം ഉണ്ട്. ജലത്തിൽ വീണ് മരിച്ച ഒരു ദുർമൃതി പ്രേതമുണ്ട്. അത് അവർ പറഞ്ഞത് 60 വയസ്സ്. ഞാൻ ജലത്തിൽ വീണ് മരിച്ച സ്ത്രീകൾ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. ജലരാശി ആയതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ജലരാശിയാണ്, ചന്ദ്രന്റെ രാശിയാണ്. ഒരു സ്ത്രീ ജലമൃതി ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ 60 വയസ്സായ ഒരു സ്ത്രീ
വെള്ളത്തിൽ വീണ് മരിച്ചു എന്നാണ്, വെള്ളത്തിൽ തള്ളിയിട്ട് കൊന്നു എന്നാണ് അവർ പറഞ്ഞത്. അത് കുറച്ച് പഴക്കമുണ്ട്, വളരെ മുൻപുള്ളതാണ്, ഇപ്പോഴൊന്നും ഉള്ളതല്ല, കുറെ മുൻപുള്ളതാണ്. അത് മുക്തി കിട്ടി പോയിട്ടില്ല. മാന്നി ലഗ്നത്തിൽ നിൽക്കുന്നത് പ്രേതകോപമാണ്. അത് ജലരാശിയിൽ നിൽക്കുന്നത് കൊണ്ട്, ജലരാശിയിലും സ്ത്രീ രാശിയിലും നിൽക്കുന്നത് കൊണ്ട് സ്ത്രീ പ്രേതമാണ്. അങ്ങനെ ഒന്ന് ജലത്തിൽ വീണ് മരിച്ചത് ഉണ്ട് എന്ന് അറിയപ്പെട്ടു എന്നെഴുതിക്കൊള്ളണം. മാന്നി ലഗ്നത്തിൽ ജലരാശിയിൽ സ്ത്രീ രാശിയിൽ. പോയിന്റ് ആയിട്ട് അങ്ങ് എഴുതിക്കൊണ്ടത്, കാര്യം മനസ്സിലായാൽ മതിയല്ല. ജലരാശിയിൽ സ്ത്രീ രാശിയിൽ ജലത്തിൽ വീണ് മരിച്ച ഒരു സ്ത്രീ ഉണ്ട് എന്ന് അറിയാൻ കഴിഞ്ഞു. ഇനി ആദ്യം ഒരു കാര്യം നമ്മൾ തിരക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു, ഫസ്റ്റിൽ എടുക്കേണ്ടത്. ഈശ്വരാനുഗ്രഹം ഉണ്ടോ? അതാദ്യം പറയേണ്ട കാര്യം. ഈശ്വരാനുഗ്രഹം ഉണ്ടോ? വ്യാഴം 6 പോയത് മാത്രമല്ല, സൂര്യൻ, ശനി, ചൊവ്വ വിടുന്നില്ല, വ്യാഴത്തിനെ വിടുന്നില്ല, മൂന്നുപേരും കൂടെ. ചൊവ്വ പോയിട്ട് ബാക്കി എല്ലാ ഗ്രഹങ്ങളും വ്യാഴത്തിനെ ചുറ്റി നിൽപ്പുണ്ട്. വ്യാഴത്തിന് പാപ മധ്യസ്ഥിതിയെ കൊണ്ട്, വ്യാഴത്തിന്റെ മുൻപിലാണ് വ്യാഴം, കഴിഞ്ഞിട്ട് വ്യാഴത്തിന്റെ പിന്നിലാണ് സൂര്യനും ശനിയൊക്കെ വരുന്നത്. വ്യാഴത്തിന്റെ മുന്നിൽ കേതു വരുമെന്ന് തോന്നുന്നു. വ്യാഴത്തിന് മുമ്പേ കേതു അല്ലെങ്കിൽ ചൊവ്വ. വ്യാഴത്തിന് 6 സ്ഥിതിയും പാപമധ്യസ്ഥിതിയുമാണ്. വ്യാഴം 6 പോയി പാപയോഗവും പാപമധ്യസ്ഥിതിയും. ഈശ്വരാനുഗ്രഹമില്ല. ഈശ്വരാനുഗ്രഹമില്ല. വ്യാഴം 6 പാപയോഗവും പാപമധ്യസ്ഥിതി. പാപമധ്യസ്ഥിതി എങ്ങനെയാണ് കണക്കാക്കണേന്ന് മനസ്സിലായോ? നവാംശം നിൽക്കുന്ന വ്യാഴം കഴിഞ്ഞിട്ടാണ് ശനിയും സൂര്യനും വരുന്നത്, അല്ലേ? വ്യാഴത്തിന്റെ നവാംശകം കഴിഞ്ഞിട്ടില്ലേ ശനിയുടെയും സൂര്യന്റെയും നവാംശകം വരുന്നത്? ശരി തന്നെ? അങ്ങനെ വരുമ്പോൾ വ്യാഴം കഴിഞ്ഞിട്ട് ശനിയും സൂര്യനും 2 പാവം വരും. വ്യാഴത്തിന്റെ മുന്നിൽ ആരുണ്ട്? ചൊവ്വയുണ്ട്. കണ്ട, മറുസൈഡ് ചൊവ്വ നിൽക്കുന്നുണ്ടല്ലോ അപ്പുറത്തെ രാശിയിൽ. അപ്പുറവും ഇപ്പുറമായിട്ട് നിന്നുകൊണ്ടാൽ മതി, അത് രാശി ഏതായാലും കുഴപ്പമില്ല. വ്യാഴത്തിന്റെ അപ്പുറത്തും ഇപ്പുറത്തും പാവന്മാര് നിന്നാൽ മാത്രം മതി. വ്യാഴം കഴിഞ്ഞിട്ടാണ്, വ്യാഴത്തിന്റെ നവാംശകം കഴിഞ്ഞാണ് സൂര്യന്റെയും ശനിയുടെയും നവാംശകം. അപ്പോൾ വ്യാഴം കഴിഞ്ഞിട്ട് സൂര്യന് ശനി നിൽക്കണം. വ്യാഴത്തിന്റെ മുന്നിൽ കേതു ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇല്ലായിരിക്കാം, പക്ഷെ ചൊവ്വയുണ്ട്. വ്യാഴത്തിന്റെ മുൻ രാശിയിൽ ചൊവ്വയുണ്ട്. അപ്പോൾ നടുക്കാണ് വ്യാഴം നിൽക്കുന്നത്. വ്യാഴത്തിന്റെ ഒരു സൈഡ് ശനിയും സൂര്യനും ഉണ്ട്, മറു സൈഡ് ചൊവ്വയുണ്ട്. എല്ലാം കൂടി കടന്ന് എല്ലാ പാവന്മാരും വ്യാഴവുമായിട്ട് ബന്ധപ്പെട്ടു. അപ്പോൾ കടുത്ത ദോഷമാണ്, ഈശ്വരാനുഗ്രഹം ഇല്ലായ്മയുടെ കടുത്ത ദോഷമാണ്. കടുത്ത ദോഷമുള്ള സമയത്താണ് വിളിച്ചിരിക്കുന്നത്. അതുപോലെ രാത്രിയാണ് വിളി. അത് ഇപ്പൊ പറഞ്ഞ മനസ്സിലായോ? ഈ മൗഢ്യം കണ്ടുപിടിക്കാൻ, പാപ ബന്ധവും പാപ മധ്യസ്ഥിതി കണ്ടുപിടിക്കേണ്ടത് പറഞ്ഞത് മനസ്സിലായോ? മനസ്സിലായി. ഒരിടത്ത് നിന്നിട്ട് ഒരിടത്ത് അംശിക്കുക എന്ന് പറയുമ്പോൾ വ്യാഴം ചിങ്ങൻ രാശിയിൽ അംശിച്ചു. അപ്പൊ വ്യാഴം അത് കഴിഞ്ഞിട്ട് ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനുവിലാണ് സൂര്യനും ശനിയും അംശകം വന്നത്.
അപ്പോൾ വ്യാഴത്തിന്റെ അംശകം കഴിഞ്ഞിട്ട് ശനിയുടെയും സൂര്യന്റെ അംശകം വരുമ്പോൾ വ്യാഴം കഴിഞ്ഞ് ശനിയും സൂര്യനും നിൽക്കുന്നു. വ്യാഴം കഴിഞ്ഞിട്ട് വ്യാഴത്തിന് മുൻപ് ചൊവ്വ കിടക്കുകയാണ്. മറസൈഡ് ചൊവ്വ കിടക്കണുണ്ടല്ലേ, കണ്ടല്ലോ. അപ്പോൾ പാവമധ്യസ്ഥ. ഇനി വ്യാഴം ആരാണ്? 6-ാം ഭാവത്തിൽ പോയിട്ട് വേറെ ഏത് ഭാവത്തിൽ ഉണ്ട്? 9-ാം ഭാവത്തിൽ. 9 ആചാര അനുഷ്ഠാനങ്ങളുടെ സ്ഥാനം. അതൊന്നും ഇല്ല. ആചാരവും അനുഷ്ഠാനങ്ങളും ഒന്നും ഇല്ല എന്നർത്ഥം. ഒന്നും മൈൻഡ് ചെയ്യുന്ന കക്ഷിയല്ല. ആചാര അനുഷ്ഠാനങ്ങളുടെ ഗ്രഹവും കൂടിയാണ് വ്യാഴം. കാരണം അത് ഗ്രഹവും അത് തന്നെ അതിന്റെ ഭാവപതിയും 9-ാം ഭാവപതിയാണ്. ആചാരത്തിലൊന്നും കാര്യമില്ല. വ്യാഴം സ്വക്ഷേത്രം അതെ ഇതല്ലേ, അതിന്റെ ക്ഷേത്രത്തിൽ തന്നെ നിൽക്കണോണ്ട് എന്തെങ്കിലും ഗുണം ഉണ്ടായോ? അപ്പൊ ഭാവമധ്യസ്ഥിതിയല്ലേ. ആ സ്വർണമായിരുന്നാലും ചുറ്റും സർപ്പം കിടന്നു കഴിഞ്ഞാൽ എടുക്കാൻ പറ്റുമോ? സ്വർണമാണ്, ചുറ്റും സർപ്പം ചുറ്റിപ്പിടിച്ച് നിന്ന് കഴിഞ്ഞാൽ എടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. വ്യാഴത്തിനെ തൊലച്ചു എന്നുള്ളത് വരുത്താനാണ് ഇത്രയൊക്കെ പറഞ്ഞത്. സ്വക്ഷേത്ര ബലവാനായ വ്യാഴം തൊലഞ്ഞുപോയി എന്നാണ് ഇതുവരെ പറഞ്ഞു വന്നത്. ഇതിനി അപ്പുറത്ത് ഇത് ഇത്രയും നമുക്ക് മനസ്സിലായി. ഇപ്പോഴും നമ്മൾ മനസ്സിലാക്കിയത് ഒരു പ്രേതകോപം ഉണ്ടെന്ന് മനസ്സിലായി. പിന്നെ കൃതപാപ സഞ്ചയകരം, പാപപ്രവർത്തികൾ ചെയ്തത് അനുഭവിക്കേണ്ട കാലഘട്ടമെന്ന് മനസ്സിലായി. ഭാര്യ ഭർത്തൃ ബന്ധം ഒട്ടും ശരിയല്ല എന്ന് നമ്മൾ തെളിയിച്ചു. ഈശ്വരാനുഗ്രഹം ഇല്ല. പിന്നെ വേറെ ആഭിചാര ദോഷം എന്തെങ്കിലും ഉണ്ടോ? ഇനി അതുകൂടി നോക്കണം. ബാധകാധിപനും 6-ാം ഭാവാധിപനും തമ്മിൽ ബന്ധമുണ്ടോ? 6-ാം ഭാവാധിപനും തമ്മിൽ വലിയ ബന്ധമൊന്നുമില്ലല്ലോ. അംശകത്തിൽ എന്തോ ഒരു ബന്ധമാണ്. അംശകത്തിലൊന്നും നോക്കണ്ട. ആഭിചാര ദോഷത്തിന് അംശകമൊന്നും പിടിക്കണ്ട. ഇനി നമുക്ക് പ്രശ്ന ആരൂഢം ഒന്നിട്ടോണം. പ്രശ്ന ആരൂഢം സൈഡ് കയറ്റിങ് ഇട്ടോണം. മകരമാണ് ആരൂഢം. പ്രശ്നാരൂഢം മകരം. അവിടെ നോക്കണം. ആ മാന്നി അതേ സ്ഥാനത്ത് തന്നെ കിടക്കണം. നോക്കി അപ്പോഴേക്ക് ആ മാന്നി 7-ലാണ് കിടക്കുന്നത്. മാന്നി കർക്കടകത്തിലില്ലേ? മാന്നി കർക്കടകത്തിൽ 7-ല് കേന്ദ്രത്തില്. കേന്ദ്രവും ത്രികോണവും ബാധാസ്ഥാനവും 8-ഉം മാന്നിക്ക് ദോഷപ്പെട്ട സ്ഥാനങ്ങളാണ്. കേന്ദ്രം, ത്രികോണം, കേന്ദ്രം, ത്രികോണം, 8 ബാധാസ്ഥാനം. ഇതൊക്കെ മാന്നിക്ക് അനിഷ്ട സ്ഥാനങ്ങളാണ്. കേന്ദ്രം, ത്രികോണം, 8 ബാധാസ്ഥാനം. ഇതൊക്കെ മാന്നിക്ക് അനിഷ്ടം. അവിടെ കേന്ദ്രത്തിലാണ് നിൽക്കുന്നത്. അതും കർക്കടകൻ രാശിയിൽ. അപ്പോഴാദ്യം പറഞ്ഞതിന് നമ്മൾ അരക്കിട്ട് ഉറപ്പിച്ചു. ആ പ്രേതബന്ധം ഉണ്ടെന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞു. ശരിയല്ലേ? ശരി തന്നെയോ? ശരി തന്നെ. നേരത്തെ പറഞ്ഞ പ്രേതബന്ധം വ്യക്തമാണ്. കാരണം ജലരാശിയിലാണ്, കേന്ദ്രത്തിലാണ് മാന്യം നിൽക്കുന്നത്. ജലരാശിയിലാണ്, സ്ത്രീ രാശിയിലാണ്, അതേ രാശിയിൽ. അപ്പോൾ അത് ഉറപ്പായി കഴിഞ്ഞു. പിന്നെ ഇനി വേറെ ആരൂഢത്തിന് ബലമുണ്ടോ? ആദ്യം നോക്കാം. ആരൂഢത്തിന് ബലമുണ്ടോ എന്ന് നോക്കണം. ആരൂഢത്തിൽ ആരൂഢാധിപൻ നിൽക്കുകയല്ലേ? അതെ, ബലമുണ്ട്. ആരൂഢത്തിന് ബലമുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്താൽ ഫലിക്കും എന്ന് ഉറപ്പുണ്ട്. ഇനി ഇവിടെ ഈശ്വരാനുഗ്രഹം ഉണ്ടോ എന്ന് ഇവിടെ നോക്കണം. വ്യാഴം 12-ല് സ്വക്ഷേത്രമാണ്. ഇവിടെയും വ്യാഴം 12 പോയി. അതാണ് നോക്കണം. അവിടെ 6-ല് പോയി, ഇവിടെ 12-ല് പോയി. വ്യാഴത്തിന്റെ കൂടെ നിൽക്കുന്നത് ആരൊക്കെ? ചൊവ്വ, കേതു. ചൊവ്വ ബാധകാധിപനാണ്. ചൊവ്വ. ഇവിടെ വ്യാഴം 12-ല് പോയി ബാധകാധിപനായ ചൊവ്വയുടെയും കേതുവിന്റെയും യോഗം. ചൊവ്വയുടെയും പിന്നെ കേതുവിന്റെയും യോഗം. അപ്പോൾ ഈശ്വരാനുഗ്രഹം ഇല്ല. ആരൂഢത്തിന് ബലമുണ്ട്. ആരൂഢത്തിൽ ആരൂഢാധിപന്റെ യോഗം.
ആരൂഢത്തിൽ ആരൂഢാധിപന്റെ യോഗം, ആരൂഢത്തിന് ബലമുണ്ട്. ആരൂഢത്തിൽ ആരൂഢാധിപന്റെ യോഗമുണ്ട്, ആരൂഢത്തിന് ബലമുണ്ട്. ഈശ്വരാനുഗ്രഹം ഇല്ല. വ്യാഴം 12-ൽ. ഈശ്വരാനുഗ്രഹം ഇല്ല. വ്യാഴം 12-ൽ. ബാധകാധിപനായ ചൊവ്വയുടെയും കേതുവിന്റെയും കൂടെ നിൽക്കുന്നു. ബാധകാധിപനായ ചൊവ്വയുടെയും കേതുവിന്റെയും കൂടെ നിൽക്കുന്നു. ഇവിടെ ബാധകാധിപൻ ഏത് ഭാവമാണ് ബാധയായത്? മകരമല്ലേ? മകരത്തിന് ഏത് ബാധ? ഏത്? വൃശ്ചികമല്ലേ? എത്രാം ഭാവം? 11 ലാഭസ്ഥാനം. 11. ചരരാശിക്ക് 11 അതുപോലെ വൃശ്ചയിൽ എങ്ങനെ നോക്കിയ 11 ബാധയായത്? വൃശ്ചയിലെ കർക്കടകത്തിന് 11, ഇവിടെയും 11 ബാധയായത്. അപ്പോഴെന്തായാലും നമ്മൾ പറഞ്ഞത് വ്യക്തമായി കഴിഞ്ഞു. ഇവിടെയും 11 ഭാവം ബാധ. അപ്പോഴെങ്ങനെയാണ്? സുഹൃതക്ഷയം വ്യക്തമായിട്ടുണ്ട്. സുഹൃതക്ഷയത്തിന് സുഹൃത ഹോമമാണ് നടത്തേണ്ടത്. അതായത് ഹോമങ്ങൾ നമ്മൾ പരിഹാരം ചെയ്യുമ്പോൾ ഒരു 1008 ഗായത്രി എങ്കിലും ജപിക്കണം. 1008 4000 ഇപ്പൊ ജപിക്കാൻ പറയുന്നത്. 4000, 8000, 16000, 32,000 എന്നൊക്കെ പറയാം. അതൊന്നും ആരും ജപിക്കൂല. ഇദ്ദേഹത്തിന് വേറൊരു ദോഷമുണ്ട്. വേറൊരു ദോഷം കൂടിയുണ്ട്. ഈ ശുക്രൻ കുംഭത്തിൽ നിൽക്കുന്നത് അന്യത്രി കുനാരിയ എന്ന് പറയുന്നു. അതുപോലെ കുനാരിയ. അതുകൂടാതെ ശുക്രൻ ബാധകാധിപനാണ്, അനിഷ്ടസ്ഥിതിയാണ്. അത് നേരെ ഒരു കാര്യം കൂടി മുമ്പ് പറഞ്ഞു, പിന്നീട് കുളമാക്കേണ്ടെന്നാണ് പറയാത്തത്. അസ്തസ്തേ ബുധം വന്നയോ എന്ന് പറഞ്ഞില്ലേ കഴിഞ്ഞ പൃഷ്ഠയില്? ഓർമ്മയുണ്ടോ? തന്റെ ഭാര്യ ക്ലീബയെ അസ്തസ്തേ ബുധം വന്നയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യ ഒരു ക്വാളിറ്റി ഇല്ല എന്നർത്ഥം. ഭാര്യ ക്വാളിറ്റി ഇല്ല എന്ന് പറഞ്ഞാൽ അർത്ഥം പറഞ്ഞാൽ മനസ്സിലാവുമെങ്കിൽ പറഞ്ഞുതരാം. അത് ഇദ്ദേഹത്തിന്റെ ഇംഗിതത്തിന് വഴങ്ങുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു. ഓർമ്മയുണ്ടോ? ഇദ്ദേഹത്തിന് അന്യ സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ട്. ഇംഗിതത്തിന് വഴങ്ങുന്നില്ല എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന് പല ആഗ്രഹങ്ങളും കാണും. അതനുസരിച്ചൊന്നും ഈ മക്കളും കുട്ടികളും ഒക്കെ വലുതായി കഴിഞ്ഞാൽ പിന്നെ സ്ത്രീകൾ അവര് കുറച്ചൊക്കെ ഒതുങ്ങിയേ ജീവിക്കുകയുള്ളൂ. അങ്ങനെയുള്ള താല്പര്യങ്ങൾ ഉണ്ടാകാം. ശുക്രന് ചൊവ്വയുടെയും ശനിയുടെയും ദൃഷ്ടിയുമുണ്ട്. അപ്പോൾ നിൽക്കുന്നത് നല്ല ഒരു രീതിയിലല്ല നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെതായ ദോഷങ്ങളൊക്കെ ഉണ്ട്. കുനാരിയാം, മോശപ്പെട്ട സ്ത്രീകളുമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെയാണ് അടിയും പിടിയും ബഹളമൊക്കെ എന്ന് ഞാൻ പറഞ്ഞു. അതൊക്കെ നമ്മളിനെ കളക്കണ്ട. കുടുംബമായിട്ടൊക്കെ വന്ന് പ്രശ്നം വയ്ക്കാൻ വരുമ്പോഴും നമ്മൾ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ പോകുമ്പം കുറച്ചുകൂടി പ്രശ്നം കൂടും. കണ്ടാ ജ്യോത്സ്യർ പറഞ്ഞത് കേട്ടാ, ഇതൊക്കെ അങ്ങേര് കാണുക ചെയ്തത്, കാണാതെ കൊണ്ട് പറഞ്ഞത് കണ്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രശ്നം കുറച്ചുകൂടി കൂടും. ഇനി ഇന്നത്തെ ശുക്രൻ നിൽക്കുന്നത് എവിടെ നോക്കണം? ഈ പ്രശ്നാരൂഢത്തിൽ ശുക്രൻ നിൽക്കുന്നത് എവിടെ? ചൊവ്വയുടെ രാശിയിലല്ലേ? അതെ. ചൊവ്വയുടെ രാശി എന്നാൽ പരയുവതിരത തദർത്ഥവാദി കുതവിഭവ കുലപാംസന കുചക്ഷേ. പരയുവതി ബന്ധം, അതുകൊണ്ട് ധനം നഷ്ടപ്പെടുന്നു, കുടുംബത്തിന് നാണക്കേടുണ്ടാക്കുന്നു എന്നാണ്. ഇനി അത് വ്യക്തമായി കഴിഞ്ഞു. രണ്ടിടത്തും ഒരുപോലെ വരുന്നുണ്ട്. കാരണം 1.5 മാസം കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിലും ഗ്രഹനിലകളെല്ലാം ശരി തന്നെ, എല്ലാം ഒരുപോലെ തന്നെ വരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു വന്നത് സ്റ്റെപ്പായിട്ട് പോവാം. വ്യാഴം
12 പോയി ബാധകാധിപന്റെ കൂടെ. ഏത് രാശിയാണ് ബാധയായത്? 11 ബാധയായത്. അതെ 11 വൃശ്ചികം. അപ്പോൾ സുഹൃതക്ഷയം പറയാം. ഇവിടെയും ഈ ഈ ബാധയായ ചൊവ്വയ്ക്ക് ഏതൊക്കെ ഭാവപത്യം കൂടി വേറെയുണ്ട്? 4. 4. അപ്പോൾ 4ഉം 11ഉം ബാധയായി. ശരിയല്ലേ? ശരി തന്നെയോ? അതെ അതെ സാർ. അതായത് ബാധകാധിപൻ എന്ന് പറയുമ്പോൾ ചൊവ്വ ബാധകാധിപനാകുമ്പോൾ ചൊവ്വയുടെ രാശിക്ക് 2 രാശിയും ബാധിക്കും. ചൊവ്വ 4ന്റെയും 11ന്റെയാണ്. 4ഉം 11ഉം ബാധയായാൽ എന്തിനു കുഴപ്പമുണ്ടെന്നർത്ഥം? വീട്. 4ഉം 11ഉം കൂടി ചിന്തിക്കേണ്ടത് വീടാണ്. 2ഉം 11ഉം കൂടി ചിന്തിക്കേണ്ടത് എന്താണ്? കുടുംബം. ധനം. 2ഉം 11ഉം കൂടി ചിന്തിക്കേണ്ട ധനം, 4ഉം 11ഉം ചിന്തിക്കേണ്ട വീട്. നമ്മളെ പൃശ്ചയില് ബാധകാധിപൻ ബാധ ഏതൊക്കെയാണ്? 4ഉം 11ഉം അല്ലേ? പൃശ്ചയില് തിരിച്ചു നോക്കണം. കഴിഞ്ഞ ലഗ്ന ഗ്രഹനിലയില് 11 ബാധയല്ലേ? 11 ബാധ തന്നെ. അതെ 11 4 ബാധ തന്നെ. 11 ഭാവാധിപൻ ശുക്രൻ. ശുക്രന്റെ അടുത്തൊരു ഭാവാധിപൻ 4 തുലാമല്ലേ? അതും ബാധയാണ്. 4ഉം 11ഉം ബാധ. രണ്ടും ഒരുപോലെ വന്നിട്ടുണ്ട്. അപ്പൊ രണ്ടും ഒരുപോലെ വന്നതുകൊണ്ട് പാസ്സാക്കാം. വീടിന് ദോഷമുണ്ട്, അത് പരിഹരിക്കാൻ പറയണം. വാസ്തു വിദഗ്ധനെ കൊണ്ടുവന്ന് കണ്ട് പരിഹരിക്കാൻ പറയണം. വീടിന് എന്തോ ദോഷമുണ്ട്, പരിഹരിക്കാൻ പറ്റുന്ന ദോഷങ്ങളായിരിക്കും. വീടിന് ദോഷമുണ്ട്. 2 ആരൂഢങ്ങളിൽ 2 ഗ്രഹനിലയിലും 4ഉം 11ഉം ബാധയായി. അതുകൊണ്ട് വീടിന് ദോഷമുണ്ട്. വാസ്തു വിദഗ്ധന്റെ സഹായത്തോടു കൂടി പരിഹരിക്കണം എന്നെഴുതി കൊള്ളണം. രണ്ട് ഗ്രഹനിലകളിലും 4ഉം 11ഉം ബാധയാണ്. വീടിന് ദോഷം. വീടിന് ദോഷം വാസ്തു വിദഗ്ധന്റെ സഹായത്തോടു കൂടി പരിഹരിക്കണം. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ പോയി ചെയ്തു കൊടുക്കാം. നമുക്ക് വാസ്തു അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്തു കൊടുക്കുന്നതിന് തെറ്റൊന്നുമില്ല. ഇനി 4 കൊണ്ട് എന്തിനാ ചിന്തിക്കാം? 4 ബാധയാകുമ്പോൾ വേറെ എന്തുകൂടി ചിന്തിക്കാം? 4ൽ ശുക്രൻ നിൽക്കുകയും ചെയ്യുന്നു. എന്തായാലും കുടുംബദേവത എന്തെങ്കിലും ഉണ്ടാകാനായിട്ട് അറിയാൻ പറ്റുമോ? നാലിൽ ശുക്രൻ നിൽക്കുകയല്ലേ? 4 കുടുംബദേവത, 9 ഇഷ്ടദേവത. നാലിൽ നിൽക്കുന്ന 4 ശത്രുക്ഷേത്രത്തിൽ ശുക്രൻ നിന്ന് കഴിഞ്ഞാൽ എന്തോ? ശുക്രൻ കേന്ദ്രത്തിൽ നിന്നാൽ ഏത് ദേവനെയൊക്കെ പറയാം? ഓർമ്മയുണ്ടോ? ഗണപതിയെ പറയാം. ഗണപതിയെ പറയാം. അന്നപൂർണേശ്വരി, ലക്ഷ്മി, യക്ഷി, ശുക്രൻ ഓജരാശിയിൽ നിന്നാൽ ഗണപതിയെ പറയാം. പക്ഷെ അവിടെ ഉള്ളത് യക്ഷിയാണ്. ശുക്രൻ ബലവാനായി നിന്ന് കഴിഞ്ഞാൽ അന്നപൂർണേശ്വരിയും ലക്ഷ്മിയും പറയാം. ശുക്രൻ ഇവിടെ ശത്രുക്ഷേത്രത്തിൽ മോശമായ രാശിയിലാണ് നിൽക്കുന്നത്. അവിടെ ശനിയുടെ ദൃഷ്ടിയും ഉണ്ട്. നോക്കണം, ശുക്രൻ 4ൽ നിൽക്കുന്ന ശുക്രൻ യക്ഷിയെ സൂചിപ്പിക്കുന്നു. യക്ഷിയുടെ പ്രസൻസ് അവിടെ ഉണ്ട്. അവർക്ക് യക്ഷി ക്ഷേത്രമൊക്കെ ഉണ്ട് വീട്ടിൽ. അതൊരു അനുഗ്രഹാവസ്ഥയിലല്ല. ശനിയുടെ ദൃഷ്ടിയും ഉണ്ട്. ഇല്ല, ശനിയുടെ ദൃഷ്ടിയില്ല. ശനി മകരത്തിലല്ലേ നിൽക്കുന്നത്. അപ്പോഴവിടെ യക്ഷി അവരുടെ ആരാധന ഉണ്ട്.
ഗണപതിയെ പറയാം, ശരി തന്നെയാണ്. പക്ഷെ ഇവിടെ യക്ഷിയാണ് കാണുന്നത്. ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഗണപതിയെ പറയാൻ പോണ്ട. ഗണപതിക്കും സ്ഥാനം ഉണ്ടെന്ന് തോന്നുന്നു. ഗണപതിക്കും ഒരു സങ്കല്പിച്ച് എന്തൊക്കെ ചെയ്യും. ഒരു വിഗ്രഹമൊക്കെ വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഓർമ്മയില്ല. ഗണപതി ഉണ്ടായിരിക്കാം. പക്ഷെ യക്ഷിയാണ് അവിടുത്തെ പ്രധാന ദേവത. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ വ്യാഴത്തിന് ബാധകാധിപന്റെ യോഗമുണ്ട്, ശരി തന്നെ. വ്യാഴത്തിന് ബാധാബന്ധം വന്നാൽ എന്തൊക്കെ പറയാം? രക്ഷസിന്റെ പ്രസൻസും അവിടെ ഉണ്ട്, ആ കുടുംബത്തിലുണ്ടായിരുന്നു. അത് തന്നെയാണ് കുഴപ്പം. രക്ഷസിന്റെ പ്രസൻസും ആ കുടുംബത്തിലുണ്ട്. രക്ഷസും ഉണ്ടായിരുന്നു. രക്ഷസുണ്ട്, യക്ഷിയുണ്ട്. യക്ഷിയൊന്നും ഒരു അനുഗ്രഹാവസ്ഥയിലല്ല. അപ്പോൾ അതിനെ പൂജിച്ച് റെഡിയാക്കണം. പൂജിക്കുന്നതിന് മുമ്പ് പരിഹാരക്രിയയൊക്കെ ചെയ്ത് ശേഷമേ ചെയ്യാവൂ. അപ്പോൾ 4-ൽ നിൽക്കുന്ന ശുക്രൻ യക്ഷിയെ സൂചിപ്പിക്കുന്നു. ബാധകാധിപനോടൊത്ത് നിൽക്കുന്ന വ്യാഴം രക്ഷസിനെയും സൂചിപ്പിക്കുന്നു എന്ന് എഴുതിക്കൊള്ളണം. ഇനി ഒരു കാര്യം കൂടി പറയാനുണ്ട്. നാല്, 5, 7, 8 രാഹുവോ മാന്നിയോ നിന്നാൽ എന്ത് പറയാം? കൈവിഷം. കൈവിഷം പറയാം. അവിടെ ശനിയുടെയും ചൊവ്വയുടെയും ദൃഷ്ടിയും ഉണ്ട്. ബാധകാധിപന്റെ ദൃഷ്ടിയും അവിടെ കിടക്കുകയാണ്. നോക്കണം. ചൊവ്വയുടെ ദൃഷ്ടിയിലേ നോക്കണം, ശനിയുടെ ദൃഷ്ടിയിലേ നോക്കണം. ആഭിചാര വളരെ ദോഷം. പഴക്കമുള്ളതാണ്. ബാധകാധിപന്റെ ദൃഷ്ടി ഒന്നും നല്ലതല്ല. കൈവിഷമുണ്ട്. 4, 5, 7, 8 6 വിടണം. 4, 5, 7, 8 രാഹുവോ മാന്യോ നിന്നാൽ കൈവിഷം എഴുതിക്കൊള്ളണം. ഒരുപാട് പ്രാവശ്യം എഴുതിയതാണ്, എന്നാലും നമ്മൾ തിരിച്ചു നോക്കൂല. നോട്ട് നോക്കിയാൽ അറിയാം. 4, 5, 7, 8 രാഹുവോ മാന്യോ നിന്നാൽ കൈവിഷം. ഇവിടെ 7-ൽ മാന്നി കൈവിഷം. ഈ മാന്നിക്ക് ശനിയുടെയും ചൊവ്വയുടെയും ദൃഷ്ടിയുണ്ട്. ഈ മാന്നിക്ക് ശനിയുടെയും ചൊവ്വയുടെയും ദൃഷ്ടിയുണ്ട്. കാലപ്പഴക്കമുള്ളതാണ്. കാലപ്പഴക്കമുള്ളതാണ്. ഇനി കൈവിഷത്തിന് വേറെ ഒരു കണ്ടീഷൻ കൂടിയുണ്ട്, അറിയാമോ? 6-ാം ഭാവാധിപന്റെ യോഗമോ ദൃഷ്ടിയോ കൂടി വേണം. 6-ാം ഭാവാധിപൻ ആര്? 6-ാം ഭാവാധിപൻ ആര്? ശുക്രൻ അല്ല കുജൻ. 6-ാം ഭാവൻ ബുധനല്ലേ? ബുധനല്ലേ എന്ന് ചോദിച്ചു. 6-ാം ഭാവൻ ബുധൻ 8-ൽ ദൃഷ്ടിയില്ലേ? 8-ൽ ദൃഷ്ടി കിടന്നാലും മതി. ഇതിൽ ഏതെങ്കിലും ഒരു ഭാവത്തിലെ ദൃഷ്ടി പതിച്ചാൽ മതി. 4, 5, 7, 8 മാന്നി നിൽക്കുകയും അതിൽ 6-ാം ഭാവാധിപന്റെ ദൃഷ്ടിയോ യോഗമോ കൂടി വരികയും വേണം. 6-ാം ഭാവാധിപൻ ബുധനാണ്. ബുധൻ 8-ൽ ദൃഷ്ടിയുണ്ട്, നോക്കണം. അത് മതി, അങ്ങനെ വന്നാലും മതി. കൈവിഷം ശക്തമായ കൈവിഷമുണ്ട്. എന്തിൽ കൊടുത്തേക്കാം? കൈവിഷം എന്തിൽ കൊടുത്തേക്കാം? ഹലോ.
കൈവശം എന്തിൽ കൊടുത്തിരിക്കാൻ ചാൻസ് ഉണ്ട്? ബുധന്റെ രാശിയാണ് സാറേ, മധ്യത്തിലാണ്. ചന്ദ്രന്റെ രാശി. ചന്ദ്രൻ ഉപ്പ് രസമുള്ള സാധനം എന്നാണ് പറയുന്നത്. ചന്ദ്രൻ ചൊവ്വയുടെ ദൃഷ്ടിയുണ്ട്, ശനിയുടെ ദൃഷ്ടിയുണ്ട്. ശനിക്ക് വന്നിട്ട് പലകാലത്തിലായിക്കൊള്ളാം. ശനിയുടെ ബന്ധവും കൂടെ കിടക്കുകയില്ലേ? ചന്ദ്രന്റെ ബന്ധം മാത്രമല്ല, ശനിയുടെ ബന്ധമുണ്ട്. ഇവിടെ പലകാലത്തിലാകാം. ചൊവ്വയ്ക്ക് വന്നിട്ട് നെയ്യുള്ള സാധനങ്ങളിലൊക്കെ കൊടുക്കാം. അങ്ങനെ അതൊന്നും നമ്മൾ പറയണ്ട. ഒരു കൈവശത്തിന്റെ ദോഷം കൊണ്ട് കുറച്ച് പഴക്കമുള്ളതെന്ന് മാത്രം പറഞ്ഞാൽ മതി. ഇങ്ങനെ കൺഫ്യൂഷൻ വരും. ചന്ദ്രന്റെ രാശിയിൽ എന്നാൽ ഉപ്പ് രസമാണ്. ശനിയുടെ ദൃഷ്ടി വരുമ്പോൾ പലകാരങ്ങൾ. ചൊവ്വയുടെ ദൃഷ്ടി വരുമ്പോൾ ചൊവ്വയുടെ ദൃഷ്ടിക്കാണ് പ്രാധാന്യം കൂടി. ചൊവ്വ ബാധകാധിപനാണ്. ചൊവ്വ ഈ നെയ്യുള്ള ഉരുക്കിയ സാധനങ്ങൾ, നെയ്യുള്ള പലഹാരങ്ങളോ എന്തെങ്കിലുമൊക്കെ ആയിക്കൊള്ളാം. അങ്ങനെ എന്തോ കൊടുത്തിട്ടുണ്ട്. ശനിയുടെ ദൃഷ്ടി കൊണ്ട് കാലപ്പഴക്കം പറയാം. ഇനി ബാധകാധിപൻ ചൊവ്വയല്ലേ? ബാധകാധിപൻ ചൊവ്വയല്ലേ? വേണം. അതിന് 6ന്റെ ദൃഷ്ടിയില്ലേ നോക്കണം. 6 നേരം മിഥുനത്തിൽ ദൃഷ്ടി കിടക്കുന്നത്. അപ്പൊ ബാധകാധിപൻ 6 ബന്ധപ്പെട്ടാൽ ശത്രുദോഷം പറയാമല്ലോ. ശത്രുദോഷം ശക്തമായിട്ടുണ്ടായാക്കും. ആരോ ചെയ്തു പോയതാണ്. അത് 6-ലും 7-ലും ഉണ്ടല്ലോ സാറേ. 6-ലും 7-ലും ഉണ്ട്. ബാധകാധിപൻ 6 ബന്ധപ്പെട്ടാൽ ശത്രുദോഷം ശക്തമായി ഉണ്ട്. എഴുതിക്കൊള്ളണം. ബാധകാധിപൻ 7 ബന്ധപ്പെട്ടാൽ എന്ത് പറയാം? ബാധകാധിപൻ കേട്ടില്ല, ഒന്ന് പറയണം. കേട്ടില്ല. ഇല്ല സാറേ, ബാധാസ്ഥാന ഭാര്യയും ബാധയാവൂരി. ബാധകാധിപൻ 7 ബന്ധപ്പെട്ട ദോഷം എന്താണ്? ഭാര്യ ബാധ എന്നല്ല, ദൃഷ്ടിബാധ എന്ന് പറയും. ദൃഷ്ടിബാധ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിവഭൂതങ്ങളിൽപ്പെട്ടതാണ് ദൃഷ്ടിബാധ. ആ അർത്ഥമാണ്. അർത്ഥം നമ്മുടെ കൺദോഷം എന്നുള്ള അർത്ഥമല്ല. ഈവിൾ ഐ എന്ന് പറയും. ഈവിൾ ഐ അല്ല, ഇംഗ്ലീഷിൽ ഈവിൾ ഐ എന്ന് പറയും. അതായത് കൺദൃഷ്ടിയല്ല, ദൃഷ്ടിബാധ എന്ന് പറയും. ദൃഷ്ടിബാധ എന്ന് പറഞ്ഞാൽ 27 ശിവഭൂതങ്ങളിൽപ്പെട്ട 27 ഉണ്ട്. അമല, അസുര, നാഗ, യക്ഷ, ഗന്ധർവ, രാക്ഷസ, പിശാച, കശ്മല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു 9 ഏറ്റവും കടുപ്പം. ഇത് വന്നിട്ട് ഈ ദൃഷ്ടിബാധ വന്നു കഴിഞ്ഞാൽ ഭയങ്കരമായ വയലന്റ് ആവും. കണ്ണുരുട്ടി കാണിക്കുക, വെള്ളത്തിലെടുത്ത് വെച്ച് ചാടുക, തീയിൽ കയറി പിടിക്കുക, ആളുകളെ ഉപദ്രവിക്കുക, കരയുക. ഡോക്ടറെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവിടെ നിന്നുകൊണ്ട് കരഞ്ഞുകൊണ്ട് ബഹളങ്ങൾ കാണിക്കുക. ഒരു അസാധാരണ പ്രവർത്തികളൊക്കെ ഉണ്ടാവും. ചില ആൾക്കാർ കണ്ടിട്ടില്ല, ഇങ്ങനെയൊക്കെ വട്ട് പിടിച്ചതുപോലുള്ള അവസ്ഥയൊക്കെ ഉണ്ടാവും. എക്സെൻട്രിക് നേച്ചർ, അതാണ് ഇയാളെ കുഴപ്പം. ഇയാൾ അസുഖം ഇതാണ്. ഇതാണ് കാര്യം പറഞ്ഞത്. ഇയാൾ അസുഖം ഇതാണ്, ഇതുകൊണ്ടാണ് എൻ്റെ അടുത്ത് വന്നത് എന്തെന്നറിയാൻ. ഈ ശത്രുബാധയാണ്. അവിടെ തന്നെയാണല്ലോ സാറേ കൊടുത്തതാണ്. മാന്നിയും അവിടെ തന്നെയല്ലേ സാറേ നിൽക്കുന്നത്? ഇപ്പൊ എങ്ങനെ? മാന്നി അവിടെ തന്നെയാണല്ലോ നിൽക്കുന്നത്. മാന്നിയും അവിടെ നിൽക്കുന്നുണ്ട്. അതൊന്നുകൂടി പറയാനുണ്ട്. ഒരു കാര്യം കൂടെ പറയാനുണ്ട്. അതായത് ബാധകാധിപൻ 6 ദൃഷ്ടി, 6 ഒരു പാപൻ നിൽക്കുകയും ചെയ്യുന്നു. 6 ഒരു പാപൻ രാഹു 6 നിൽക്കുകയും ചെയ്യുന്നുണ്ട്. 6 ഒരു പാപൻ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. ബാധകാധിപൻ 6 ദൃഷ്ടിയുമുണ്ട്. അപ്പോൾ ശത്രുദോഷം അല്ലെങ്കിൽ ആഭിചാരദോഷം ശക്തമാണ്. 1 അത് എഴുതിക്കൊള്ളണം, പറയുമ്പോൾ എഴുതിക്കൊള്ളണം. ബാധകാധിപൻ 6 ദൃഷ്ടി, 6 ഒരു പാപനുമുണ്ട്. അപ്പോൾ ശത്രുദോഷം ശക്തം.
ബാധകാധിപൻ 7-ല് ദൃഷ്ടി പതിക്കുകയും 7-ല് മാന്നി നിൽക്കുകയും ചെയ്യുന്നു. ദൃഷ്ടിബാധയുണ്ട്. ദൃഷ്ടിബാധയുണ്ട്. സാറേ ഈ ലഗ്നാധിപനെ ബാധാധിപൻ നോക്കിയാൽ ദൃഷ്ടിബാധയാവൂലേ? ലഗ്നാധിപനെ നോക്കിയാൽ ലഗ്നത്തെ മതി. ലഗ്നാധിപനെ ലഗ്നത്തെയോ ലഗ്നാധിപനെയോ ബാധാധിപൻ നോക്കിയാൽ ഇത് പഠിപ്പിച്ചിട്ടുണ്ടല്ലോ അല്ലേ? ഇത് പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. ഒരു ക്ലാസ്സിൽ പറഞ്ഞു തന്നു. ഏത് ബാച്ചാണെന്ന് അറിയില്ല. ഇതൊക്കെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളാണ്. ദൃഷ്ടിബാധ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു തന്നു. പാതകാധിപൻ ലഗ്നാധിപന്റെ ബന്ധുവായാൽ രണ്ടുകാമൻ, കന്തുകാമൻ, കോപ്തുകാമൻ എന്നൊക്കെ പറഞ്ഞു. അതൊന്നും അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. ബാധകാധിപൻ 7-മായിട്ട് ബന്ധപ്പെടുക. ബാധകാധിപൻ ലഗ്നമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അത് ശത്രുദോഷം. ഇവിടെ ശത്രുദോഷം ഉണ്ട്. അതോടൊപ്പം ഇതും കൂടി വന്നിട്ടുണ്ട്. ശത്രുദോഷം ബാധകാധിപൻ 6-ല് ദൃഷ്ടിയുണ്ട്. അപ്പോൾ ശത്രുദോഷമുണ്ട്. അതോടൊപ്പം 7-ലും ദൃഷ്ടിയുണ്ട്. അപ്പോഴാണ് ഈ എന്ന് പറയുന്നത് ദൃഷ്ടിബാധ എന്ന് പറയുന്നത്. ദൃഷ്ടിബാധ വന്നു കഴിഞ്ഞാൽ എഴുതിക്കൊള്ളണം. ദൃഷ്ടിബാധ ഉണ്ട്. ബാധകാധിപൻ 7 ദൃഷ്ടിയുള്ളതുകൊണ്ട് ദൃഷ്ടിബാധയുണ്ട്. അസാധാരണമായ പ്രവർത്തികൾ ചെയ്യും. അസാധാരണമായ പ്രവർത്തികൾ ചെയ്യും. അത് 20/12 ക്ലാസ്സിൽ തന്നിട്ടുണ്ട് സാറേ. അങ്ങനെ കേട്ടില്ല. മനുഷ്യനെ ഉപദ്രവിക്കുക, ഉയർന്ന മതിലിൽ കയറുക, മരത്തിൽ കയറുക, വെള്ളത്തിൽ ചാടുക, തലമുടി പിടിക്കുക. അതൊന്ന് വായിക്കണം. അതൊക്കെ വായിച്ചാലേ പറ്റുള്ളൂ. നമ്മൾ നോട്ട് തന്നു കഴിഞ്ഞാൽ വായിക്കണം. വായിച്ചാലേ പറ്റുള്ളൂ. അസാധാരണ പ്രവർത്തികൾ ചെയ്യും. കണ്ണിറക്കി കാണിക്കുക, മുഖം ചെവക്കുക, കൂടുതൽ സംസാരം, കണ്ണിറക്കി കാണിക്കുക. എടുക്കണം. കണ്ണിറക്കി കാണിക്കുക, മുഖം ചുവക്കുക, മതിലിൽ കയറുക, വെള്ളത്തിൽ ചാടുക, തീയിൽ പിടിക്കുക, മതിലിൽ കയറുക, തീയിൽ പിടിക്കുക, വെള്ളത്തിൽ ചാടുക, കണ്ണിറക്കി കാണിക്കുക, ഡോക്ടറുടെ അടുത്ത് കരയുക, ഡോക്ടർ മുന്നിലിരുന്ന് കരയുക, സ്ത്രീകളോട് സംസാരിക്കാൻ താല്പര്യം പ്രകടിപ്പിക്കുക. സ്ത്രീകളുടെ അടുത്ത് വാച പഠിക്കാനൊക്കെ ഭയങ്കര താല്പര്യമായിരിക്കും. സ്ത്രീകളോട് സംസാരിക്കാൻ താല്പര്യം പ്രകടിപ്പിക്കുക തുടങ്ങിയ ചേഷ്ടകൾ ഉണ്ടാകും. ഇതാണ് ഇയാളെ കുഴപ്പം. ഭാര്യ ഉപദ്രവം, പിന്നെ കിടന്ന് ബഹളം, പൊടിപാട്, ആടി പിടി ബഹളം. ആളാണെങ്കിൽ നല്ല സൈസും കൂടെയാണ്. ഇനി നിങ്ങൾക്ക് രസമുണ്ടെങ്കിൽ ഒരു കാര്യം കൂടെ പറയാം. ഇയാളെ ജാതകം ഒന്ന് എഴുതിക്കൊള്ളണം. ഇയാളെ ജാതകം ഒന്ന് എഴുതിക്കൊള്ളണം. ജാതകം കൂടി നോക്കണം. അതുകൂടെ അതാണ് രസം. 16/9/63 16/9/63 16/9/63 11:35 PM 11:35 PM പൂരം. ഗ്രഹനില പെട്ടെന്നിട്ടൊള്ളണം. ഗ്രഹനില പെട്ടെന്നിട്ടൊള്ളണം.
ഇടവ ലഗ്നം, പെട്ടെന്ന് എഴുതണം. ഇടവ ലഗ്നം, മിഥുനത്തിൽ രാഹു, ചിങ്ങത്തില് ചന്ദ്രനും സൂര്യനും, ചിങ്ങത്തില് ചന്ദ്രനും സൂര്യനും, കന്നിയില് ബുധനും ശുക്രനും, കന്നിയില് ബുധനും ശുക്രനും, തുലാത്തില് ചൊവ്വ, ധനുവില് കേതു, മകരത്തില് ശനി, മീനത്തില് വ്യാഴം, മേടത്തില് മാങ്ങി. ഒന്നുകൂടെ, ഇടവം ലഗ്നം, മിഥുനത്തില് രാഹു, ചിങ്ങത്തില് ചന്ദ്രനും സൂര്യനും, കന്നിയില് ശുക്രനും ബുധനും, തുലാത്തില് ചൊവ്വ, ധനുവില് കേതു, മകരത്തില് ശനി, മീനത്തില് വ്യാഴം, മേടത്തില് മാങ്ങി. 11-3-2020 വരെ രാഹുദശ. 11-3-2020 വരെ രാഹുദശ. എന്ത് മനസ്സിലാകുന്നു ജാതകത്തിൽ നിന്ന്? അത്രയും നമ്മൾ ഒരുപാട് പഠിച്ചല്ലോ. ലഗ്നാധിപൻ നീചത്തിലാണ്. വേറെ സമയത്തിൽ നിന്ന് എന്ത് മനസ്സിലാകുന്നു? സമയം രവിയും ചന്ദ്രനും ഒരേ ദാമ്പത്യ പ്രശ്നം രാഹു രവി ജനനം 11-3-2020 വരെ രാഹു. അമാവാസിയിൽ ജനനല്ലേ? അതൊക്കെ ശരിയാണ്. സമയത്തിന്റെ പ്രത്യേകത പറയണം. നമ്മൾ പ്രശ്നം വയ്ക്കുന്ന 1-3-2020. 1-3-2020 11-3-2020 വരെ രാഹു. 10 ദിവസം കൂടി കഴിയുമ്പോൾ രാഹു ദശ തീരും. ദശാസന്ധി. ദശാസന്ധിയാണ്. രാഹുവിൽ അവസാനത്തെ അപകാരം ആരുടെ? ചൊവ്വ. എവിടെ നിൽക്കണേ? ജാതകമാണ്. ചൊവ്വ എവിടെ നിൽക്കണേ? 6-ല്. ആ ചൊവ്വയാണ് ഇവിടെ ബാധയായത്. നോക്കണം, ചൊവ്വയാണ് കുഴപ്പമുണ്ടായത്. ചൊവ്വ 6-ൽ നിൽക്കുന്ന ചൊവ്വയാണ് ശത്രുസ്ഥാനത്ത്. അതാണ് ഇയാളെ കുഴപ്പത്തിൽ. ആ രാഹു ദശയുടെ എൻഡിൽ ഇയാളെ പെടാ പാടുപെട്ട് കിടന്നു. ഇതാണ് പറയുന്നത്, ജാതകത്തിൽ അനുഭവിക്കേണ്ട സമയം ഉള്ളത് കൊണ്ടാണ് ഇവിടെ ഈ കുഴപ്പങ്ങളൊക്കെ സംഭവിച്ചത്. നമ്മളെ പ്രശ്നത്തില് നമുക്ക് കുഴപ്പം ഉണ്ടാക്കിയത് ചൊവ്വയാണ്. ബാധാസ്ഥാനത്ത് പോയതും പിന്നെ അത് ബാധാസ്ഥാനത്ത് ബാധകാധിപനായതും 6-ൽ ദൃഷ്ടി വന്നതും 7-ൽ ദൃഷ്ടി വന്നതും ചൊവ്വ വെച്ചിട്ടാണ് നമ്മളത് പറഞ്ഞത്. എക്സെൻട്രിക് നേച്ചർ, വട്ടുപിടിച്ച അവസ്ഥ പറഞ്ഞതും ആഭിചാര ദോഷം പറഞ്ഞതും ചൊവ്വയെ വെച്ചിട്ടല്ലേ? ചൊവ്വയെ വെച്ചിട്ടല്ലേ പറഞ്ഞേ? അതെ സാറേ. ഇവിടെ ചൊവ്വയാണ്, ചൊവ്വയുടെ അപകാരമാണ് അവസാനം. ചൊവ്വ 6-ലാണ് നിൽക്കുന്നത്. 6-ൽ നിന്നോട്ട് ലഗ്നത്തിന് ദൃഷ്ടിയുണ്ട്. ചൊവ്വ 7-ാം ഭാവപതിയാണ്. വൈഫിനെ പെടാ പാടുപെടുത്തും. ആ ചൊവ്വയ്ക്ക് ശനിയുടെ ദൃഷ്ടിയുണ്ട്. ശനിയും ചൊവ്വയും പരസ്പരം ദൃഷ്ടിയാണ്. നോക്കണം ജാതകത്തില്. ചൊവ്വ ശനിയെ ദൃഷ്ടി പതിക്കുന്നു, ശനി ചൊവ്വയെ ദൃഷ്ടി പതിക്കുന്നു. ഇതാണ് പറയുന്നത്. ജാതകം കൂടി നോക്കിയാൽ കറക്റ്റാ കിട്ടും. നമുക്ക് വ്യക്തതയോടുകൂടി കിട്ടും. വ്യക്തമായ ജാതകത്തിൽ നിന്ന് കിട്ടും. ചൊവ്വ ശനിയെ വീക്ഷിക്കുന്നു, ശനി ചൊവ്വയെ വീക്ഷിക്കുന്നു. ദശാസന്ധി എന്ന് പറയുമോ? ദശാസന്ധി എന്ന് പറഞ്ഞത് 11-3-2020 രാഹു തീരുന്നു. ഇവിടെ പ്രശ്നം വെച്ചത് എപ്പോഴും 1-3-2020. 10 ദിവസം കൂടി കഴിയുമ്പോൾ രാഹുദശ തീർന്നില്ലേ? അത് മനസ്സിലായില്ലേ? മനസ്സിലായി. അപ്പൊ രാഹുദശയിൽ അവസാനത്തെ അപകാരം ചൊവ്വയുടേതാണ്. അത് നോക്കിക്കൊണ്ടാണ് മതി. എഴുതി നോക്കണം. രാഹുല് വ്യാഴം, രാഹുല് ശനി, രാഹുല് ബുധൻ, രാഹുല് കേതു, രാഹുല് ശുക്രൻ, രാഹുല് സൂര്യൻ, രാഹുല് ചന്ദ്രൻ, രാഹുല് ചൊവ്വ. അതോടെ തീർന്നു. രാഹുദശ തീർന്നു. അപ്പൊ രാഹുവും ചൊവ്വയും എവിടെയൊക്കെ നിൽക്കണമെന്ന് നോക്കണം. ചൊവ്വ നിൽക്കുന്നത് 6-ല്. അത് 7-ാം ഭാവത്തിൽ. അവിടെ ശനിയുടെ ദൃഷ്ടിയും കിടക്കണം. അപ്പൊ ചൊവ്വയുടെ ദോഷം എല്ലാം ഉണ്ടാവും. ചൊവ്വ നിൽക്കുന്നത് ഏത് രാശിയിൽ നോക്കണം? ശുക്രന്റെ രാശിയിൽ.
നമ്മൾ പ്രശ്നം നടക്കുമ്പോൾ ചൊവ്വ നിൽക്കുന്നതും ശുക്രന്റെ രാശിയിൽ തന്നെ. ചൊവ്വ നിൽക്കുന്നത് ഇല്ലല്ലോ, ചൊവ്വ നിൽക്കുന്ന ശുക്രന്റെ രാശിയിൽ. ശുക്രൻ നിൽക്കുന്നത് പ്രശ്നത്തിൽ ശുക്രൻ നിൽക്കുന്നത് ചൊവ്വയുടെ രാശിയിൽ. സാറേ, ഈ വേഴദശയിൽ പുള്ളിക്ക് നല്ലതായി അങ്ങ് എല്ലാം റെഡിയായി പോയിക്കോളും. ഇപ്പോഴാണ് സുന്ദര കുട്ടപ്പൻ ഒരു ഭയങ്കര ഒരു പൂജയൊക്കെ ചെയ്തപ്പോൾ സുന്ദര കുട്ടപ്പന നടപ്പെട്ട ആ ആളെന്ന് പറയൂലേ പോയി. അതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കാനുള്ളത് ഒന്ന് പറഞ്ഞു നോക്കണം. ഇപ്പൊ രാഹു ദശയില് രാഹുവിന്റെ എൻഡിൽ ഇയാൾ കിടന്ന് കഷ്ടപ്പെട്ടു, നമ്മുടെ അടുത്ത് വന്നു, നമ്മൾ പരിഹാരം ചെയ്തു കൊടുത്തു, അയാൾ സുഖപ്പെട്ടു. അടുത്ത ഇയാൾക്ക് വരുന്നത് വ്യാഴം നല്ല സ്ഥലത്ത് നിൽക്കുന്നു. എന്താണ് അതിൻ്റെ നിന്ന് നിങ്ങൾ എന്ത് മനസ്സിലാക്കി? അതാണ് ഇന്നത്തെ ചർച്ചാ വിഷയം. സമയദോഷമാകുമ്പോ അനുഭവിച്ചേ പറ്റൂ. സമയദോഷത്തിന് അനുഭവിച്ചു, അത്രയേ ഉള്ളൂ. സമയം അത് കഴിഞ്ഞ് നല്ല സമയം വരുമ്പോഴേ നമ്മുടെ അടുത്ത് വന്ന് ചാടി തന്നു, നമുക്ക് നല്ല പേരും കിട്ടി. അയാളെ സമയം നല്ലതായതുകൊണ്ടാണ് രക്ഷപ്പെട്ടത്. ശരിയല്ലേ? അതെ സാറേ, എന്നാലും നമ്മൾ എന്തെങ്കിലും ചെയ്തിരിക്കുമല്ലോ ഉചിതമായി. ചെയ്തു, അത് ഉപയോഗപ്പെട്ടു. ഭയങ്കരമായ പേരായി, ഭയങ്കര ആള് മാറിപ്പോയി, കംപ്ലീറ്റ് മാറി. ആ ആളെന്ന് പറയൂല. ഇപ്പോഴൊക്കെ ഞാൻ കാണാറുണ്ട്, ആ ആളെന്ന് പറയൂല. ഒരു തിരുമേനിയെ വെച്ചിട്ട് നല്ലൊരു പൂജ ചെയ്തു, ഒരു സുദർശന ഹോമമൊക്കെ ചെയ്ത് നന്നായിട്ട് ചെയ്തു കൊടുത്തു. അത് ഭയങ്കരമായിട്ട് ഉപയോഗപ്പെട്ടു. പക്ഷേ ഇയാൾക്ക് അടുത്ത് വന്നത് വ്യാഴദശ. വ്യാഴത്തിന് 11 സ്വക്ഷേത്രത്തിന് ബലമുണ്ട് അല്ലേ? ശനിദൃഷ്ടിയുടെ അത് കുഴപ്പമില്ല, ബലമുണ്ടല്ലോ. ഈ വ്യാഴം ചിലപ്പോൾ നീചത്തിലാണ് നിന്നിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? നമ്മൾ ഇയാൾക്ക് സുഖപ്പെടുവോ? ഇല്ല. അതാണ് പറയുന്നത്. നമ്മൾ ഈ പൂജയ്ക്കും കാര്യമൊക്കെ പറയുന്നതിന് മുമ്പ് ജാതകത്തിന് അനലൈസ് ചെയ്യണം. ജാതകത്തിൽ രക്ഷപ്പെട്ടു പോകാനുള്ള ചാൻസ് ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വലിയ പൂജകളൊക്കെ ചെയ്ത് ലക്ഷക്കണക്കിന് രൂപയൊക്കെ ചെലവാക്കിക്കരുത്. ജാതകം കൂടി നോക്കുക. ഇതൊക്കെയാണ് ജാതകത്തിന് എടുത്തിട്ട് തന്നത്. അത് കഴിഞ്ഞിട്ട് ഈ വ്യാഴം കഴിഞ്ഞിട്ട് ഇയാൾക്ക് അടുത്ത് വരുന്നത് ശനി അതിനേക്കാളും ബലം. ശനി യോഗകാരകനാണ്, നല്ല ബലം. മതി, അത്രയും മതി. അത്രയാകുമ്പോൾ 16, 19, 35 വർഷം കൂടി. 35 ആകുമ്പോൾ അത്രയും കാലമൊന്നും അയാൾ ജീവിച്ചിരിക്കാൻ പോണില്ല. ഇപ്പോഴതിന് 60 വയസ്സായി. 60, 35, 95 വയസ്സ്. 95 വയസ്സൊന്നും ജീവിച്ചിരിക്കാൻ സാധാരണഗതിയിൽ നടക്കൂല. 70, 80, 85 ആകുമ്പോൾ തട്ടിപ്പോണതാണ് കണക്ക്. എന്തെങ്കിലും ഒരു അസുഖം വരും ആ സമയമാകുമ്പോൾ. രാഹു ദശയില് ഇയാൾ കിടന്ന് കഷ്ടപ്പെട്ടു. രാഹു 2-ല് മാരകസ്ഥാനം എന്ന് പറയും 2-നെ. അങ്ങോട്ട് വ്യാഴത്തിന് ദൃഷ്ടിയില്ല സാറേ. രാഹുല് വ്യാഴത്തിന്റെ ദൃഷ്ടിയില്ല. വ്യാഴം കർക്കിടകത്തിലല്ലേ ദൃഷ്ടി വരുന്നത്. ശരി, അപ്പോഴിത് മനസ്സിലായല്ലോ. ഇതെന്ത് എഴുതണോ? എഴുതണം. രാഹു ദശയില് 11/3/2020 വരെ രാഹു ദശ, ചൊവ്വയുടെ അപകാരം. പതിനൊന്ന് 3/2020 വരെ രാഹുദശ, ചൊവ്വ അപകാരം. ചൊവ്വ 6-ൽ ശനി ദൃഷ്ടിയോടുകൂടി നിൽക്കുന്നു. അടുത്ത ദോഷമുള്ള സമയമാണ്. ഇതിനുശേഷം വരുന്ന വ്യാഴദശ ഗുണകരമായിരിക്കും. ഇനി നമ്മൾ പ്രശ്നത്തിൽ ഒരു കാര്യം കൂടെ പറയാനുണ്ട്.
ഈ മാന്യ രാശീശൻ നമ്മുടെ പ്രശ്നം ആരുടെ ഉണ്ടല്ലോ 1, 3, 2 രണ്ടാമത്തെ ഗ്രഹനില ഉണ്ടല്ലോ, അതിൽ ആ മാന്യ രാശീശൻ എവിടെ പോയി നിൽക്കണേ? എത്രയില നിൽക്കണേ? 5-ല്. 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 പ്രശ്നം ആരുടെ ആണ് ചോദിച്ചോ? രണ്ടാമത്തെ ഗ്രഹനിലയില് മാന്യക്ക് സ്ഥാനം കൊടുത്ത ആള് ചന്ദ്രൻ തന്നെയല്ലോ. 5-ല്. 5-ലല്ലേ? നിൽക്കുന്നത് 5-ല്. 5-ല്. ഒരു സന്താനം, ഒരു മകൻ മരിച്ചുപോയി. അതും കൂടിയാണ് ഇയാൾക്ക് ഒരു വിഷമം കൂടിയത്. ഒരു മകൻ മരിച്ചുപോയി. മാന്യരാശീശൻ 5-ല് നിൽക്കുന്നു എന്ന് മാത്രമേ നമുക്ക് എടുക്കാൻ കഴിയുന്നുള്ളൂ. മാന്യക്ക് 5-മായിട്ടുള്ള ബന്ധം വന്നത് മാന്യരാശീശൻ പോയി 5-ല് നിൽക്കുന്നു. അത് ഉച്ചമൊക്കെ ശരി തന്നെ, ഉച്ചമാണ്, ബലവും ഉണ്ട്, ഒരു പാപബന്ധവും ഇല്ല, അതൊക്കെ ശരി തന്നെ. പക്ഷെ മാന്യരാശീശൻ എപ്പോഴും കുഴപ്പമുണ്ടാക്കും. അതാണ് മാന്യരാശീശൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വിളിക്കുന്നത്. ഒരു സന്താനം മരിച്ചുപോയി, ഇനി എന്തൊക്കെ അതിനോട് എഴുതിക്കൊള്ളണം? മാന്യരാശീശൻ 5-ൽ നിൽക്കുന്നത് സന്താന മരണത്തിനെ സൂചിപ്പിക്കുന്നു. സാറേ ഈ ജാതകത്തില് മാന്നി നിൽക്കുന്നത് മേടത്തിലല്ലേ സാർ? ജാതകത്തിലല്ല, പ്രശ്നമാണ് പറഞ്ഞത്. രണ്ടാമത്തെ ഗ്രഹനില പറഞ്ഞു ഞാൻ വ്യക്തമായിട്ട്. പ്രശ്നഗ്രഹനിലയിൽ മാന്യരാശീശൻ 5-ൽ നിൽക്കുന്നത് സന്താനത്തിനെ മരണപ്പെട്ടുപോയ സന്താനത്തിന്റെ പ്രേതമാണ്. മരണപ്പെട്ടുപോയ സന്താനത്തിന്റെ പ്രേതമാണ്. ഇനി എന്തൊക്കെ പരിഹാരം ചെയ്യാം? സാറേ, ഇതിനൊരു സംശയം. ഇപ്പൊ ഇയാളുടെ ജാതകം എടുത്തല്ലോ, അപ്പൊ ജാതകത്തില് സന്താന മരണം സൂചിപ്പിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? അപ്പൊ നമ്മുടെ ജാതകം എടുത്തല്ലോ ഇയാള്. സന്താന മരണം സന്താന സൂചിപ്പിക്കാനുള്ള കാര്യം എന്തെങ്കിലും ഉണ്ടോ? അത് സന്താന മരണം ഇപ്പോഴും നടന്നതല്ല, നേരത്തെ നടന്നതാണ്. അത് 4, 5, 8, 10 ജാതകം വർഷം വരെ. വെച്ചാൽ ഇദ്ദേഹത്തിന് സന്താന ദുഃഖത്തിന്റെ എന്തെങ്കിലും ഉണ്ടോന്ന് അറിയാൻ പറ്റൂലേ? ലഗ്നവും 5-ഉം അല്പപുത്ര രാശികളാണ്. ലഗ്നാധിപൻ നീചം ഭവിച്ച് 5-ൽ കിടക്കുന്നു. ലഗ്നം ഗോ കരിഷ അല്പസുതബിന്ദു, കന്യ അളി ഗോ കരിഷ അല്പബിന്ദു. അതായത് ഇടവം, കർക്കിടകം, ഇടവം, ചിങ്ങം, വൃശ്ചികം, കന്നി 4-ഉം അല്പപുത്ര രാശികൾ. അതിൽ ഇടവം ലഗ്നമായിട്ട് വന്നു, കന്നി 5-ാം ഭാവമായിട്ട് വന്നു. അല്പപുത്ര രാശികൾ. ലഗ്നാധിപൻ നീചം ഭവിച്ച് 5-ൽ കിടക്കുന്നു. അത് തന്നെയാണ് കാര്യം. സന്താന കാരകന് ബലമുണ്ട്, വ്യാഴത്തിന് ബലമുണ്ട്, 5-ാം ഭാവാധിപനും ബലമുണ്ട്. പക്ഷെ ഒറ്റ കുഴപ്പമേ ഉള്ളൂ, ലഗ്നാധിപൻ നീചം ഭവിച്ച് 5-ൽ കിടക്കുന്നു. ലഗ്നവും 5-ഉം അല്പപുത്ര രാശികൾ. പരിഹാരം എന്തൊക്കെ പറയാം? പരിഹാരം ചെയ്യാൻ അവർ സന്നദ്ധ ഉള്ളവരാണ്. ഇതിൽ പരിഹാരം ചെയ്യാതൊന്നും തീരൂല. കാരണം ഇയാളെ അവസ്ഥ വളരെ മോശമാണ്. ഒന്ന് എഴുതിക്കൊണ്ട് ഗണപതി ഹോമം. ബാക്കിയൊക്കെ എക്സ്പാൻഡ് ചെയ്ത് എഴുതാൻ അറിയാമല്ലോ, മുമ്പ് പറഞ്ഞു തന്നിട്ടില്ലേ? ഉണ്ട് സാർ. മുമ്പ് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. ഗണപതി ഹോമം 2, സുദർശന ഹോമം മുമ്പ് പറഞ്ഞു തന്നിട്ടുള്ളത് നോക്കി എഴുതാൻ പറ്റൂലേ? നോക്കി എഴുതാം സാർ. സുദർശന ഹോമം എന്ന് മാത്രം ഇട്ടാൽ മതിയല്ലോ.
മതി 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 സർ. ഇതിൽ മഹാസുദർശന മന്ത്രം മഹാസുദർശന ഓം ഹ്രാം ഹ്രീം ഷൗം എക്സെട്ര. ഓം ഹ്രാം ഹ്രീം ഷൗ ഇക്ഷ റൗ, ഇക്ഷയും റവും റവും 2-3 കുത്തിട്ട് അങ്ങോട്ടേക്കണം. 1008 336 വീതം കടലാടി ഹവിസ് നെയ്യ്. 336 വീതം കടലാടി ഹവിസ് നെയ്യ്. സുദർശന മാലാമന്ത്രം 108. സുദർശന മാലാമന്ത്രം 108. ഉഗ്ര നരസിംഹം 108. സുഹൃതക്ഷയത്തിന് ഗായത്രി 1008. സുഹൃതക്ഷയത്തിന് ഗായത്രി 1008. ഇത് പിറ്റേ ദിവസം ചെയ്യണം. സാറേ ഗായത്രി എന്ന് പറഞ്ഞാൽ ഒരുപാട് ഗായത്രി ഇല്ലേ സാർ? ഏത് ഗായത്രിയാണ് സാർ ചെല്ലേണ്ടത്? സൂര്യഗായത്രി. നമ്മൾ സാധാ ഉപയോഗിക്കുന്ന ഗായത്രി ഉണ്ടല്ലോ. ഓം ഭൂർഭുവസ്വഃ തത്സവിതുർവരെണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ നഃ പ്രചോദയാത്. ആ ഗായത്രി തന്നെ. അല്ലാതെ സൂര്യഗായത്രി ഉണ്ട്, ചന്ദ്രഗായത്രി വേറെ അതൊന്നും വേണ്ട. സാധാ ഗായത്രി തന്നെ. സാറേ ഈ സുദർശനമാല മന്ത്രം ഉഗ്ര നരസിംഹ മന്ത്രം കൊണ്ട് എന്തെങ്കിലും ഹോമിക്കണോ അതോ ജപിച്ചാൽ മതിയോ? ജപിച്ചിട്ട് ഈ സാധനങ്ങൾ ഹോമിച്ചുകൊണ്ടാൽ മതി. അത് നെയ്യിലോ കടലാടിയിലോ ഹവിസിലോ നെയ്യിലോ ഒക്കെ ഹോമിച്ചുകൊണ്ടാൽ ഈ പറയുന്ന ഹോമദ്രവ്യങ്ങൾ അല്ലെങ്കിൽ പ്ലാമറ ഉണ്ടാകും, പിന്നെ തൊണ്ട്, ഇതൊക്കെ ഉണ്ടാവും. എല്ലാം കൂടി വാരിയിട്ടങ്ങ് ചെയ്യും. അത് നമ്മൾ ഈ സമത്തുകൾ ഇത് ഉപയോഗിച്ചുകൊണ്ടാൽ മതി. കടലാടി ഹവിസ് നെയ്യിൽ ചെയ്തുകൊണ്ടാൽ മതി. പ്രത്യേകിച്ചൊന്നുമില്ല. ഇതെല്ലാം കൂടി ഒരു സെറ്റിൽ വരും. സുദർശന മന്ത്രം, മഹാസുദർശന മന്ത്രം, ഉഗ്ര നരസിംഹം, പിന്നെ സുദർശന മാലാമന്ത്രം, ഇത്രയും ഒരുത്തി വരും. ഇത്രയും ജപിച്ച് ഗായത്രി പിറ്റേ ദിവസമാണ്. പിറ്റേ ദിവസം രാവിലെ ചെയ്യണം. ഗായത്രി 1008 ജപിക്കണം. അത് സുഹൃതക്ഷയത്തിനാണ് ഗായത്രി ജപിക്കുന്നത്. സുഹൃതക്ഷയം ഉണ്ടെന്ന് പറഞ്ഞതുകൊണ്ടാണ് 2 ആരൂഢത്തിലും വരുന്നിട്ടുണ്ട്. പിന്നെ ഗ്രഹനിലയിൽ കണ്ട ജലമൃതിയായ ദുർമൃതി പ്രേതം, ജലമൃതിയായ സ്ത്രീ പ്രേതം, ജലമൃതിയായ സ്ത്രീ പ്രേതം, സന്താന പ്രേതം, എന്ന് മറ്റ് അജ്ഞാത പ്രേതങ്ങളെ സമഷ്ടിയായും അജ്ഞാത പ്രേതങ്ങളെ സമഷ്ടിയായും സമഷ്ടി എന്ന് വെച്ചാൽ ഒരുമിച്ച് എടുക്കണം. അജ്ഞാത പ്രേതങ്ങളെ സമഷ്ടിയായും പ്രത്യേകം വെള്ളിപ്രതിമയിലും
പ്രത്യേകം വെള്ളിപ്രതിമയിലും ബ്രഹ്മരക്ഷസിനെ ചതുർഭാഗ പ്രതിമയിലും ആവാഹിച്ച് ബ്രഹ്മരക്ഷസിനെ ചതുർഭാഗ പ്രതിമയിലും ആവാഹിച്ച് തിലം, അന്നം, പായസം, നാളികേരം തിലം, അന്നം, പായസം, നാളികേരം എന്നിവ നൽകി സംപ്രീതരാക്കിയ ശേഷം വിഷ്ണു സഹസ്രനാമം ജപിക്കുക. വിഷ്ണു സഹസ്രനാമം ജപിക്കുക. പ്രത്യേകം തയ്യാറാക്കിയ സുദർശന പത്മത്തിൽ മഹാവിഷ്ണുവെ സംവാദ സൂക്തം ജപിച്ച് സമർപ്പണം ചെയ്ത ശേഷം ദൈവജ്ഞൻ ഒഴിവ് നോക്കി പ്രതിമകൾ ജലനിമജ്ജനം ചെയ്യണം. നിമജ്ജനം ചെയ്യണം. നമ്മൾ നേരത്തെ എഴുതിയ കഴിഞ്ഞ സെന്റൻസ് ഒന്ന് വായിച്ചു നോക്കണം. പുണ്യാകം, പഞ്ചഗവ്യം, ഹോമസമ്പാദാദികളാൽ സംപ്രീതരാക്കിയ ശേഷം എന്നെഴുതിയ ഓർമ്മയുണ്ടോ? കഴിഞ്ഞ സെന്റൻസ് പുണ്യാകം, പഞ്ചഗവ്യം, ഹോമസമ്പാദം അതികളാൽ സംപ്രീതരാക്കിയ ശേഷം എന്നെഴുതിയ ഓർമ്മയുണ്ടോ? അങ്ങനെ എഴുതിയില്ല. തിലം, അന്നം, പായസം എന്ന് എഴുതിയുള്ളൂ. നാളികേരം എന്നിവ നൽകി നൽകി സംപ്രീതരാക്കിയ ശേഷം അവിടെ ഒന്ന് ഒരു ഡിറ്റോ ആയിട്ട് കുറച്ചുകൂടി എഴുതണം. ഒരു ഡിറ്റോ ആയിട്ട് മാർജിനിലായിട്ട് എഴുതിക്കൊണ്ടാൽ മതി. ഡിറ്റോ ആയിട്ട് ഒരു അടയാളം ഇട്ടിട്ട് മാർജിനിൽ എഴുതിക്കൊണ്ടാൽ മതി. തിലം, അന്നം, പായസം, നാളികേരം എന്നിവ നൽകി സംപ്രീതരാക്കിയ ശേഷം പുണ്യാകം, പഞ്ചഗവ്യം, ഹോമസമ്പാദം എന്നിവയാൽ ശുദ്ധി വരുത്തിയ ശേഷം ബാക്കി അതുപോലെ തന്നെ ശുദ്ധി വരുത്തിയ ശേഷം വിഷ്ണു സഹസ്രനാമം ജപിക്കുക. ബാക്കി എല്ലാം അതുപോലെ എഴുതിയിട്ടുണ്ട്, മതി. ഇനി അടുത്ത് ഇനി താഴെ എഴുതിക്കൊണ്ടും ഇനി താഴെ എഴുതിക്കൊണ്ടും ഈ പൂജകളെല്ലാം പകൽ തന്നെ ചെയ്യണം. യഥാവിധി ബ്രാഹ്മണ ഭോജനം
യഥാവിധി ബ്രാഹ്മണ ഭോജനം. പ്രശ്നത്തിൽ കണ്ട ശത്രുബാധകളെ സമഷ്ടിയായി ആവാഹിച്ച് ഭദ്രകാളി പൂജ ചെയ്ത് യഥാവിധി ഉച്ചാടനം ചെയ്യണം. ഇത്രയും തന്നെ പരിഹാരം. ഇനി ഇതിനകത്ത് ഈ ആഭിചാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ടോ ശത്രുബാധയായിട്ട് ബന്ധപ്പെട്ടോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുന്നു. എന്തെങ്കിലും സംശയം എന്തെങ്കിലുണ്ടോ? ചാർത്ത് എഴുതിയെടുത്തോ എന്തെങ്കിലും? സാറേ, ഈ സുദർശന ഹോമം ശരിക്കും എന്തിന്റെ പരിഹാരമായിട്ടാണ് ചെയ്യുന്നത്? സുദർശന ഹോമം അതായത് ശത്രുബാധ മാറ്റാനും ശത്രുദോഷത്തിനെ മാറ്റാനും ആണ് സുദർശന ഹോമം ചെയ്യുന്നത്. ശത്രുദോഷ പരിഹാരമായാണ്. അതൊന്ന്. രണ്ട്, സുദർശനത്തിൽ മാത്രമേ നമ്മൾ സുദർശന ഹോമം നടത്തി മാത്രമേ ഈ മുക്തി കൊടുക്കുന്നത്, ഈ ആത്മാക്കൾക്ക് മുക്തി കൊടുക്കുന്നത് സൽക്കർമ്മത്തിലൂടെ ചെയ്യാവൂ. അതിന് സുദർശനം തന്നെ വേണം. ആത്മാക്കൾക്ക് മുക്തി കൊടുക്കുന്ന ഒരു കാര്യം വരുമ്പോൾ അത് സൽക്കർമ്മ രീതിയിലേ ചെയ്യാവൂ. വൈദികത്തിലൊന്നും പോകരുത്, താന്ത്രികത്തിലേ പോകാനും സുദർശനം തന്നെ വേണം. അല്ലെങ്കിൽ അഘോരത്തിലൊക്കെ ചെയ്യാൻ പറ്റും. അഘോരത്തിലൊന്നും ഈ മുക്തി കൊടുത്തു പോകുന്നതൊന്നും അഘോരത്തിൽ ചെയ്യാൻ നിൽക്കരുത്. സാധാരണയായിട്ട് പോറ്റിമാരും ചെയ്യൂല, അഘോരത്തിലൊന്നും ചെയ്യൂല. അഘോരൊക്കെ അല്പം കടുപ്പമുള്ളതാണ്. നമ്മളിൽ ആരെങ്കിലും പോറ്റിമാരാരെങ്കിലും ഉണ്ടോ? കോവിൽ പൂജാരിമാരാരെങ്കിലും ഉണ്ടോ? കൂട്ടത്തിൽ ആരെയും ഉണ്ടോ? ഉണ്ട് സാർ, പക്ഷെ ഇതൊന്നും ചെയ്യാറില്ല. സുദർശനത്തിലേ ചെയ്യാവോ? ഈ ആത്മാക്കൾ ഒന്ന് ഈ വെള്ളത്തിൽ വീഴുന്ന മരിച്ചു ഇയാളെ കുഞ്ഞമ്മയോ മാമിയോ അങ്ങനെ ആരോ ആണ്. ഒന്ന് ഇയാളെ സന്താനമാണ്. വേറെയും മരണങ്ങളും ഉണ്ട്. ഇയാളൊരു സഹോദരൻ മരിച്ചുപോയി. അപ്പോൾ ഇതിനൊക്കെ മുക്തി കൊടുത്തുകൊടുക്കണം വെച്ചാൽ കുടുംബത്തിൽപ്പെട്ട ആൾക്കാരാണ്. അത് ഈ ആവശ്യമില്ലാത്ത ദുഷ്കർമ്മങ്ങളൊന്നും ചെയ്ത് അടിച്ചോടിച്ച് കൈയും കാലൊക്കെ ഓടിച്ചടിച്ച് പിടിച്ചു കെട്ടി അങ്ങനെയൊന്നും ചെയ്യരുത്. സുദർശനം ചെയ്താണ് തിലം, അന്നം, പായസം, നാളികേരം എന്നിവ നൽകി സംപ്രീതരാക്കിയ ശേഷം പുണ്യാകം, പഞ്ചഗവ്യം, ഹോമസംവാദം, ഗുളം എന്നിവ നൽകി, ശർക്കര എന്നിവ നൽകി ശുദ്ധി വരുത്തിയ ശേഷം വിഷ്ണു സഹസ്രനാമം ജപിക്കുക. വിഷ്ണുവിന്റെ കാൽപാദത്തിൽ ലയിപ്പിക്കണം. അങ്ങനെ എന്നെല്ലാം ലയിപ്പിച്ച് എല്ലാം കഴിഞ്ഞിട്ട് ഇവർക്ക് മുക്തി കൊടുത്തു വിടും. സായുജ്യം കൊടുത്തു വിട്ട് അങ്ങനെ ചെയ്യാവൂ, അല്ലാതൊന്നും ചെയ്തുകൂടാ. ചെയ്യുന്ന തന്ത്രിമാർക്കും പോറ്റിമാർക്കും ബാധകവും വരും. വിളിച്ചു കൊടുക്കുന്ന ജ്യോത്സ്യർക്കും ദോഷം ഉണ്ടാവും. അതുകൊണ്ട് അതിലേക്കൊന്നും പോകരുത്. നമ്മൾ സൽക്കർമ്മം മാത്രം ചെയ്താൽ മതി. നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്തോന്നോ, ഭദ്രകാളി പൂജ നല്ല രീതിയിൽ ചെയ്യാൻ പറയണം. എല്ലാം കൂടി ഒരു ദിവസം തീർന്നില്ലെങ്കിൽ രണ്ട് ദിവസം കൊണ്ടാകണം. ഈ കോടതി വ്യവഹാരങ്ങളിൽ കേസിൽ ഒക്കെ വിജയിക്കാൻ വേണ്ടി ഏതാണ് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഹോമം? കോടതി വ്യവഹാരങ്ങളിൽ ജയം കിട്ടാൻ അതൊക്കെ ആൾക്കാർ പല രീതിയിലും ചെയ്യും. കോടതി വ്യവഹാരമൊക്കെ ചെയ്യാൻ വേണ്ടിയിരുന്നാലും കോടതിയിൽ എന്തോന്നാ അന്യായം കൊടുക്കാനല്ലേ കോടതി പോണത്? ന്യായം കൊടുക്കാനാണോ പോണത്? നമ്മളെ പഴയ ആൾക്കാർ പറയും അന്യായം കൊടുക്കാൻ വേണ്ടി പോയെന്ന്. അന്യായം കൊടുക്കാൻ മലയാള വാക്ക് അന്യായം. അവിടെ ന്യായം കൊടുക്കാനല്ല പോണത്. അത് അവരെന്തെങ്കിലുമൊക്കെ ചെയ്യും. അതിനൊന്നും നമ്മൾ കയറി ഇടപെടരുത്. അങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ട്, ഇഷ്ടം പോലെയൊക്കെ ചെയ്യുന്നവരുണ്ട്. അതിൽ ബഹളാമുഖിയും
ബഹളാമുഖി ചെയ്യാൻ പറ്റില്ല. ബഹളാമുഖി ചെയ്ത് കഴിഞ്ഞാൽ ജോലി കിട്ടും. ആവശ്യമില്ലാതെ ബഹളാമുഖി ചെയ്തുകൂടാ. പ്രത്യങ്കരെയും വരാഹിയും ഒക്കെ അടിച്ചുവിടും. അവിടെയൊക്കെ ഈ ആത്മാക്കൾക്ക് മുക്തി കൊടുക്കുന്നിടത്ത് സൽക്കർമ്മം തന്നെ ചെയ്യണം. വേറെ ഒന്നും ചെയ്യാൻ പോകരുത്. സുദർശനത്തിൽ ചെയ്താൽ മതി. സാറേ, അപ്പൊ ഈ ആളുകളുടെ ദേഹത്തുള്ള ബാധകളെ നമ്മൾ വലിച്ചു മാറ്റുകയാണെങ്കിൽ അത് നമുക്ക് വലിച്ചു മാറ്റി വെറുതെ അവരെ പ്രേതലോകത്തേക്ക് അങ്ങ് വിടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ദോഷം വരുമല്ലേ? പ്രേതാത്മാക്കളെ മാറ്റുമ്പോൾ ഈ രീതിയിൽ തന്നെ ചെയ്യണം. അത് സുദർശനത്തിന്റെ സംഖ്യ കൂട്ടി മതി. ഈ സുദർശന മന്ത്രം ഓം ക്രാം ക്രീം ഷൗം ഹോ ഹോ സുദർശന ചക്ര എന്ന് പറയുന്ന മന്ത്രം സ്ട്രോങ് മന്ത്രമാണ്. അത് 1008 കിട്ടിയില്ലെങ്കിൽ 3024 ആക്കണം. അതിനപ്പുറം ഒന്നും പോകേണ്ട ആവശ്യമില്ല. 3024 ആക്കിക്കൊണ്ടാൽ മതി. ഒഴിവ് നോക്കണം. ഒഴിവ് നോക്കി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ 3024 കൊടുക്കണം. 3024 ആകുമ്പോൾ 2 തിരുമേനിമാർ ഇരിക്കേണ്ടി വരും, 2 പോറ്റിമാർ ഇരിക്കേണ്ടി വരും. സാർ, ഞാൻ ഈ ഹീലിംഗ് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ ബൈ ഹാൻഡ് ഞാൻ ഹീൽ ചെയ്ത് തന്നെ ഈ ആത്മാക്കളെ ബാധകളെ വലിച്ചെടുത്ത് മാറ്റി കളയാറുണ്ട്. വേറെ പൂജകളോ കാര്യങ്ങളൊക്കെ അവരോട് ചെയ്യാൻ പോയി ചെയ്തോളാൻ പറയാറേ ഉള്ളൂ. അപ്പൊ അത് എനിക്ക് ദോഷം ചെയ്യുമെന്നോ ചോദിച്ചേ. അതായത് ഒരു കാര്യം നമ്മൾ പറയാറുണ്ട്. അതായത് ചില പഴയ ആൾക്കാർ പറയും, പിന്നെ എന്തെങ്കിലും ദോഷമുണ്ടെങ്കിൽ ദോഷത്തിന് ബ്രാഹ്മണർക്ക് കൊടുക്കാൻ പറയും, ബ്രാഹ്മണനെ വിട്ട് വാങ്ങിക്കാൻ പറയുന്നു. നമ്മൾ എപ്പോഴും ഓർമ്മിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു സാധനം ഒരാളെ കയ്യിലിരിക്കുന്നത്, അയാൾക്ക് ദോഷമുള്ള ഒരു സാധനം കയ്യിരുന്ന് വേറെ ഒരാളുടെ കൊടുക്കുകയാണെങ്കിൽ വാങ്ങുന്ന ആളിന് അതിലേക്കുള്ള ശക്തി വേണ്ടേ? ഒരാള് ഒരു ചുമട് എടുത്തോണ്ട് പോവുകയാണ്, അയാളെ തലയിൽ അത് കൊള്ളൂല. ഒരു ചുമട് കുറച്ച് തേങ്ങ, ഒരു ചാക്കിൽ കുറെ തേങ്ങ കെട്ടിക്കൊണ്ട് പോവുകയാണ്. അയാളെ കൊണ്ട് കഴിയില്ല. വേറെ ഒരാളുടെ തലയിൽ മാറ്റി കൊടുക്കുമ്പോൾ മാറുന്ന ആളിന് അത് എടുക്കാനുള്ള ശക്തി ഉണ്ടാവണം. അത് ഞാൻ സാറിന് ചെയ്യാറുള്ളത് നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ഭദ്രയുടെ അല്ലെന്നുണ്ടെങ്കിൽ അതേപോലെ ബുദ്ധിമുട്ടുള്ളത് ഭദ്രയുടെ അല്ലെന്നുണ്ടെങ്കിൽ അതേപോലെയുള്ള മൂർത്തികളുടെ സഹായത്തോടു കൂടി മാറ്റുകയാണ് ചെയ്യാറുള്ളത്. ഞാൻ അതിൽ നമുക്കതിലേക്കുള്ള വഴി അറിയാമെങ്കിൽ ചെയ്യാൻ കുഴപ്പമില്ല. പക്ഷെ നമുക്ക് സംശയമുണ്ട്. നമ്മൾ അതിലേക്കാണ് നമ്മൾ ജ്യോതിഷവും കൂടി പഠിക്കണം. നമ്മൾ കവടിയും കൂടി വെച്ച് നോക്കണം. വീട്ടിൽ വന്നിട്ട് കവടിയും കൂടി വെച്ച് നോക്കണം. നമ്മളെ കൊണ്ട് കഴിയുമോ എന്ന് നോക്കിയിട്ട് ചെയ്യുന്നത് നന്നായിരിക്കും, ഉചിതമായിരിക്കും. അത് നമ്മൾ നല്ല ജ്യോതിഷത്തിൽ കുറച്ച് അറിവും വേണം, നല്ല ഈശ്വര ഭക്തിയും ഈശ്വര വിശ്വാസവും ഈശ്വര സേവയും ഒക്കെ വേണം. നമ്മുടെ മൂർത്തികളൊക്കെ നമ്മളെ കൂടെ നിൽക്കണം. നമ്മളെ കൊണ്ട് കഴിയുമോ എന്ന് നോക്കണം. ഒരു കവടി വെച്ചിട്ട് ഈശ്വരാനുഗ്രഹം നോക്കണം. നടക്കുമോ രാശി വെച്ചിട്ട് ചിന്തിക്കണം. ചിന്തിച്ചിട്ട് കഴിയുമെങ്കിൽ ചെയ്യണം, അല്ലെങ്കിൽ ചെയ്യാൻ കഴിയാത്തത് ചെയ്യാൻ പോകരുത്. ഇല്ല. ആദ്യ തുടക്ക സമയത്തൊക്കെ ഒരു ആവേശത്തിലൊക്കെ ഇങ്ങനെ ചാടി വീഴുമായിരുന്നു. പക്ഷെ അതൊക്കെ നിർത്തി. അത് തന്നെയാണ് പോയിന്റ്. ഹീലിംഗ് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നെയും ഹീൽ ചെയ്തിട്ടുണ്ട്. ഒരാളിങ്ങനെ ഹീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹീലിംഗിലൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഇല്ലെന്നല്ല. ഹീലിംഗിലെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ചെയ്യുന്നത് നമുക്ക് ബാധകം വരരുത്. അതുപോലെ തന്നെ പൂജകൾ ചെയ്യുന്നതും പൂജ കുറിച്ചു കൊടുക്കുന്ന ജ്യോത്സ്യർക്കും ചെയ്യുന്ന തന്ത്രിക്കും ഒക്കെ ബുദ്ധിമുട്ടുകൾ വരും. അതുകൊണ്ട് ആവശ്യമില്ലാത്തൊന്നും അവർ ചെയ്യാൻ പോകില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞു തന്നത് ശരിക്കും സാധ്യമായ രീതിയാണ്. ശരി, വേറെ ഭൂമി ഒന്നും സെയിൽ ആവാതെ വിറ്റ് പോവാതെ പരിഹാരം എന്താണ്? ഭൂമി സെയിൽ ആവാതെ ഭൂമി വിൽപ്പനയാവാതെ ഇങ്ങനെ നിൽക്കുന്നു. അതിനെന്താണ്? അതിനൊക്കെ പരിഹാരം? ഭൂമി സെയിലാവാതെ വരുന്നത് ഇപ്പോൾ ഒരുപാട് വരാറുണ്ട്. ഇന്നത്തെ നിയമവ്യവസ്ഥയാണത്. കാരണം ഒരു 7-8 വർഷത്തിന് മുമ്പൊക്കെ ഇഷ്ടം പോലെ അടിച്ചു പൊയ്ക്കൊണ്ടിരുന്നു, ഭയങ്കര വിലയും കാര്യം. ഇപ്പോഴും നിയമത്തിനെ ശക്തമാക്കിയപ്പോൾ പണം കൈകാര്യം ചെയ്യുന്നത് സൂക്ഷിച്ചേ കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ. എല്ലാം റെക്കോർഡിക്കലാക്കി കൈകാര്യം ചെയ്തപ്പോൾ കള്ളപ്പണം എടുത്ത് വെളുപ്പിക്കാൻ പറ്റൂല. അപ്പോൾ ആർക്കും കളിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇങ്ങനെ ചവിട്ടിക്കണം. ഈ നിയമത്തിന് അല്പം ഒന്ന് മാറ്റി നോക്കിട്ട്. ഇപ്പം പണ്ടൊക്കെ വില വയ്ക്കുന്നത് എങ്ങനെയാണ്? നമ്മുടെ റവന്യൂവിൽ ഇരുന്നതാണ്, നമുക്ക് ഭംഗിയായിട്ട് അറിയാം. സൗകര്യം പോലെയൊക്കെയാണ് വില വയ്ക്കുന്നത്. നമുക്കൊരു രജിസ്റ്റർ ഉണ്ട്. ആ രജിസ്റ്ററിൽ ഇപ്പം റോഡ് സൈഡ്, നെയ്യാറ്റിങ്കര റോഡ് സൈഡ് 12 ലക്ഷം, 15 ലക്ഷം, 20 ലക്ഷം രൂപ വിലയുണ്ടെങ്കിൽ നമ്മുടെ രജിസ്റ്ററിൽ 40,000 രൂപ നിട്ടയ്ക്കും.
40,000 രൂപയായിരിക്കും വയ്ക്കുന്നത്, പ്രമാണത്തിൽ വയ്ക്കുന്നത് ഫെയർ വാല്യൂ. അപ്പോൾ ഫെയർ വാല്യൂവിലും മാർക്കറ്റ് വാല്യൂവിലും ഒക്കെ വ്യത്യാസങ്ങൾ വരുത്തി പൈസ കൊടുക്കുന്നത് എത്ര രൂപ കൊടുക്കുന്നു എന്നുള്ളത് നമ്മൾ റെക്കോർഡിക്കലായിട്ട് പ്രമാണത്തിൽ ചെക്ക് നമ്പർ കൊടുത്തിട്ട് ചെക്കിന്റെ നമ്പറൊക്കെ അതിനകത്ത് എഴുതേണ്ടി വരും. അങ്ങനെ വന്നപ്പം കുഴപ്പമായി, ആർക്കും പൈസ എടുത്ത് കളിക്കാൻ പറ്റില്ല. അങ്ങനെ വന്നപ്പോൾ നമ്മൾ വിട്ടുപിടിച്ചുകൊണ്ടിരിക്കും, നമ്മൾ പഴയ കണക്കിൽ നമ്മൾ നിൽക്കും. അതാണ് അതിന്റെ കാര്യം. വിൽപ്പന നടക്കുന്നില്ലെന്ന് പറഞ്ഞ് ഒരാൾ എന്നോട് ചോദിച്ചു, എന്തെങ്കിലും ഒരു പരിഹാരം കവടി വെച്ച് നോക്കണം. എന്തെങ്കിലും ആരെങ്കിലും ശത്രുദോഷങ്ങൾ വരുത്തിയിട്ടുണ്ടോ, ഭൂമിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ തീർത്തു കൊടുക്കണം. ഭൂമിയിൽ വേലകൾ കാണിക്കും, നല്ല ലക്ഷക്കണക്കിനും കോടിക്കണക്കിന് രൂപ വില പോകുന്ന ഭൂമിയിലൊക്കെ ശത്രുദോഷങ്ങൾ വരുത്തി വെക്കും. എന്തെങ്കിലും കൊണ്ട് ജപിച്ചു ഉറക്കി വയ്ക്കുക, എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ വന്നിട്ട് ആളുകളെ തിരിഞ്ഞു നോക്കാതെ പോകും. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ തീർക്കേണ്ട വഴി ചെയ്യണം. അത് ചെയ്തു കൊടുക്കണം. വസ്തു വാങ്ങിക്കാൻ വരുന്ന ഒരു നല്ല ഭൂമിയാണോ എന്ന് ചോദിക്കുമ്പോൾ അത് നമ്മൾ കവടി വെച്ച് നോക്കണം. 4-ാം ഭാവവും ശുക്രനും 4-ാം ഭാവവും ചൊവ്വയൊക്കെ കൂടി നോക്കിയിട്ട് നോക്കണം. നല്ലൊരു രാശി കിട്ടത്തക്ക രീതിയിൽ വസ്തു, അതിനെ ലഗ്നം കൊണ്ടാണ് ചിന്തിക്കുക. ലഗ്നവും 4-ാം ഭാവവും ശുക്രനെയൊക്കെ പിടിക്കണം. ഒരു കാര്യം സ്പെസിഫിക് ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ലഗ്നത്തിനാണ് പ്രാധാന്യം. ഇപ്പൊ എനിക്ക് ഒരാൾ ചോദിക്കുകയാണ്, എനിക്കൊരു വസ്തു വാങ്ങാൻ വേണ്ടി ഞാൻ നോക്കിയിട്ടേക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയണം, നിങ്ങൾ ആ വസ്തുവിനെ മനസ്സിനകത്ത് ചിന്തിക്കുക എന്ന് പറഞ്ഞിട്ട് വസ്തു കൊള്ളാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലഗ്നം വെച്ചിട്ട് എടുക്കുക. ഒരു രാശി എടുത്ത് ആ ലഗ്നാധിപതി 4-ാം ഭാവ സംബന്ധമായ ചോദ്യമാണ്. 4-ാം ഭാവം 4-ാം ഭാവതി ഇവർ തമ്മിലുള്ള ബന്ധം ഇതൊക്കെ കൂടി നോക്കി ബാധാസ്ഥാനം ഇപ്പൊ നമ്മൾ ചിന്തിച്ചതുപോലെ ചിന്തിക്കണം. അത് വേണമെങ്കിൽ ഒരു കേസ് അടുത്ത ക്ലാസ്സിൽ ഒരു കേസ് എടുത്തിടാം. ശരി സാർ. സംബന്ധമായ ഒരു കേസ്. എങ്ങനെ സാറേ മുഹൂർത്തം നോക്കുന്നതിന് എങ്ങനെയാണ് സാറേ? ടൈം ചോദിക്കുമല്ലോ ആൾക്കാര്. എന്തോന്നിന് മുഹൂർത്തം? പൊതുവെ മുഹൂർത്തം നോക്കുന്നതാണോ? പൊതുവെ കട തുടങ്ങുന്നതിന് അങ്ങനെ പലരും ചോദിക്കുന്നുണ്ട്. അത് കച്ചവടത്തിനെന്ന് പറഞ്ഞ് പ്രത്യേകിച്ച് പഞ്ചാംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. കച്ചവടത്തിൽ നിന്നൊക്കെ ഉള്ള നക്ഷത്രങ്ങളും കച്ചവടമൊക്കെ 7-ാം ഭാവമായിട്ട് ബന്ധപ്പെട്ടതാണ്. 7-ാം ഭാവം ശുദ്ധിയാവണം, നല്ലൊരു രാശിയും കിട്ടണം. 7-ൽ ശനി ചൊവ്വയൊന്നും നിൽക്കരുത്, ചൊവ്വ രാഹുവിൻ്റെ ഒന്നും ബന്ധം വരരുത്. 7-ാം ഭാവത്തെയും ലഗ്നാധിപതിയുമായിട്ടൊക്കെ ബന്ധം വരുന്ന ഒരു സമയം നോക്കിയിട്ട് നല്ല പഞ്ചാംഗത്തിൽ പറയുന്നുണ്ട് നക്ഷത്രങ്ങളൊക്കെ. ഇയാളെ നക്ഷത്രത്തിന്റെ 3, 5, 7 നക്ഷത്രം വരാത്ത രീതിയിൽ ഒരു മുഹൂർത്തം കുറിച്ചു കൊടുത്താൽ മതി. ഇതൊന്നും കച്ചവടം തുടങ്ങുന്നതൊന്നും പഴയ കാലത്തുള്ള ആചാരത്തിൽ ഷോഡശ സമ്പ്രദായത്തിൽ വരുന്നതല്ല. 16 കാര്യത്തിനാണ് മുഹൂർത്തം നോക്കുന്നത്, അതിൽ വരുന്നതൊന്നുമല്ല. പിന്നെ നമ്മളിപ്പോഴ് എന്തിനും ആളുകൾ മുഹൂർത്തം നോക്കും, നൂല് കെട്ടാൻ വരെ മുഹൂർത്തം നോക്കും. അതങ്ങനെ നോക്കി കൊടുത്താൽ മതി. പഞ്ചാംഗത്തിൽ പറയുന്നുണ്ട്, വലിയ പഞ്ചാംഗത്തിൽ പറയുന്നുണ്ട് അതിന്റെ കാര്യങ്ങളൊക്കെ. നോക്കിയിട്ട് കക്ഷിയുടെ 3, 5, 7 നക്ഷത്രം വരരുത്, അഷ്ടമി തിക്തതിഥികളൊന്നും വരരുത്, പിന്നെ പാപവാരങ്ങളും വരാതിരിക്കണം, അഷ്ടമരാശി കൂറിൽ വരരുത്, അഷ്ടമരാശി കൂറിൽ വേണ്ട നക്ഷത്രത്തിന് എടുക്കരുത്. ഇങ്ങനെ നോക്കിയിട്ട് നല്ല നക്ഷത്രവും നോക്കി നല്ലൊരു രാശിയും നോക്കി എഴുതി കൊടുത്താൽ മതി ബിസിനസ്സിന്. മുഹൂർത്തം എടുക്കാൻ വേണ്ടി ഇത് പിന്നീട് വിശദമായിട്ട് പഠിപ്പിക്കില്ലേ സാറേ? അത് പ്രത്യേകം ക്ലാസ് ഇട്ടാലേ പറ്റുള്ളൂ. പ്രത്യേകം ഒരു 10-15 ക്ലാസ് എങ്കിലും വേണം. എല്ലാത്തിൻ്റെയും മുഹൂർത്തം, എല്ലാ മുഹൂർത്തവും ഭംഗിയെ പറഞ്ഞു പോകണമെങ്കിൽ വിവാഹത്തിന്റെ, വീട് തുടങ്ങുന്നത്, വീട് പാല് കാച്ചുന്നത്, അന്നപ്രാശം, കുട്ടികൾക്ക് വിദ്യാരംഭം, ഇങ്ങനെ പല കാര്യങ്ങളുണ്ട്. ഔഷധ സേവ, പിന്നെ ഇപ്പൊ പറഞ്ഞത് ബിസിനസ് തുടങ്ങുന്നതിന്, യാത്ര, ഇങ്ങനെ ഓരോന്നോരോന്നാ പഠിക്കുന്നത്. ജനറൽ ആയിട്ട് ആദ്യം പഠിക്കേണ്ട കുറേ ഉണ്ട്. അങ്ങനെ പഠിച്ചാലേ പറ്റുള്ളൂ. അത് ഒരു ക്ലാസ് ഇടാൻ പറയാം. ഞങ്ങളുടെ ഈ കോഴ്സിന്റെ കൂടെ ഉണ്ടോ? ഈ കോഴ്സിന്റെ കൂടെ ഉണ്ടെന്നാണല്ലോ സാറേ പറഞ്ഞേ. ഞങ്ങൾ ചേർന്നപ്പോ മുഹൂർത്തം ഉണ്ടെന്നാ പറഞ്ഞേ. പ്രശ്നവും മുഹൂർത്തവും പ്രശ്നവും മുഹൂർത്തവും കൂടി എന്നാണ് പറഞ്ഞത്. ഈ സാറിൻ്റെ കൂടി ചോദിച്ചു നോക്കാം, നോക്കിയിട്ട് പറയാം. അടുത്ത ക്ലാസ്സിൽ പറയാം. ഹലോ, അപ്പോൾ മതിയല്ലേ? ഇന്ന് നിർത്താമല്ലോ? നിർത്തിട്ടോ? ഓക്കെ സാർ, ക്ലാസ്സിൽ കാണാം. താങ്ക് യു സർ.
താങ്ക് യു സാർ.